صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة لهم عقبى الدار أولئك لهم عقبى الدار. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بأبي وأمي أنت يا خير الورى وصلاة ربي والسلام مؤطرا يا خاتم الرسل الكرام محمد بالوحي والقرآن كنت مطهرا لك يا رسول الله صدق محبتي وبفيضها شهد اللسان وعبرا لك يا رسول الله صدق محبتي فاقت محبة من على وجه الثرى لك يا رسول الله صدق محبتي بالفعل والأقوال عما يفترى. കേൾക്കാൻ കൊതിക്കാത്ത നെഞ്ചുണ്ടോ ഉപ്പയെന്ന് കൊഞ്ചല് കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ താരാട്ടിന്നീരടി കേട്ടാൽ അകരാത്ത ദുഃഖമുണ്ടോ ആലഞ്ചും പുഞ്ചിരി കണ്ടാൽ അണിയാത്ത ഹൃത്തമുണ്ടോ പൂമകന്റെ മലർമുഖം കണ്ടാൽ അകലാത്ത ദുഃഖമുണ്ടോ പൂപ്പൈതലൊന്നു കരഞ്ഞാൽ ചുരത്താത്ത മാറിടമുണ്ടോ പൈതങ്ങൾ മൊഴി പൊങ്ങാത്ത വീട്ടിൽ സന്തോഷമുണ്ടോ മക്കളെക്കാളും വലിയൊരു ന്യാമത്ത് വേറെയുണ്ടോ ഉമ്മയെന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത നെഞ്ചമുണ്ടോ ഉപ്പയെന്ന കൊഞ്ചല് കേട്ടാൽ
കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? താരാട്ടിനീരടി കേട്ടാൽ അകലാത്ത ദുഃഖമുണ്ടോ? ആലഞ്ചും പുഞ്ചിരി കണ്ടാൽ അലിയാത്ത ഹൃത്തമുണ്ടോ? വാലമു ഉമ്മത്ത് സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. സർവധരണീയരായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹാജി സാഹിബ്, ബഹുമാനപ്പെട്ട നൗഷാദ് ഫൈസി ഉസ്താദ് അവർകൾ, ആദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ബഹുമാനരായ ഉസ്താദ് അവർകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആക്ക് ശേഷം അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസ് നൂറിന്റെ വാർഷിക സദസ്സിൽ അല്പം ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടിയതും പിരിയുന്നതുമെല്ലാം സാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർ, ആദരണീയരായ സാദാത്യങ്ങൾ, നമുക്ക് ദിശാബോധം കാണിച്ചു തരുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ, സമസ്തയുടെ ആലിമീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ പ്രദേശത്തെയും ദീനിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും ഖുവ്വത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിലേക്കുള്ള യഥാർത്ഥമായ സഞ്ചാരം ഹിദായത്തോടുകൂടെ പരിപൂർണമായ ഈമാനോടുകൂടെ നമുക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, വളരെയേറെ സുപ്രധാനമായ നമ്മുടെ പ്രാർത്ഥനയുടെ മജ്‌ലിസ് ഉസ്താദ് തന്നെ അവിടുന്ന് നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിൻ്റെ 3 രൂപങ്ങളെ ആദരണീയരായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് അവിടുന്ന് പറയാറുണ്ട്. അല്ലാഹു ഇവിടുത്തെ പരലോക ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മനുഷ്യൻ ഏതവസ്ഥയിലും എത്രമേൽ ശ്രദ്ധിച്ചു നടക്കേണ്ടവനാണ്. പക്ഷേ ശ്രദ്ധയെ അല്ലാഹു അവന് തീരുമാനിച്ചിട്ടുള്ള ഖദർ ഖലാ മുൻകടക്കും. ഉസ്താദിന്റെ ഉദാഹരണം പറഞ്ഞത്, റോഡിൻ്റെ സൈഡിലൂടെ അങ്ങേയറ്റം ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ വരുന്നതൊക്കെ നോക്കി നടന്നൊരു മനുഷ്യൻ, ശ്രദ്ധയോടെ നടന്ന ഒരാൾ. ആ ശ്രദ്ധയെ ഒരു വാഹനം മുന്നോട്ട് വരികയും ശ്രദ്ധിച്ചു നടന്ന ആ മനുഷ്യനെ തന്നെ ഇടിക്കുകയും ചെയ്തു. അപകടം പറ്റി. നമ്മളതിന് കാരണം പറയും, ഡ്രൈവർ ഉറങ്ങിയതാണ്, അല്ലെങ്കിൽ ബ്രേക്ക് പൊട്ടിയതാണ്, അല്ലെങ്കിൽ ഓവർ സ്പീഡായിരുന്നു, അങ്ങനെ പല കാരണങ്ങൾ പറയും. പക്ഷെ സത്യത്തിൽ അവൻ്റെ ശ്രദ്ധയെ മുൻകടന്ന ഖദറാണ്, ഖലാ ആണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ശ്രദ്ധിച്ച് നടക്കണ്ട എന്നല്ല ഈ പറഞ്ഞത്, ശ്രദ്ധിച്ച് നടക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദർ ഖലാ ഈ ശ്രദ്ധയെ മുൻകടക്കും. എന്നിട്ട് പറഞ്ഞു, വലാകിന്ന ദുആ അൻഫഉ മിമ്മാ നസല വമാ ലം യൻസിൽ. അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥന, രാജാതിരാജനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ ചെയ്യുന്ന ദുആ ഈ ശ്രദ്ധയെയും ഖദറിനെയും ഒക്കെ മറികടക്കുന്നതാണ്. ദുആ ഇറങ്ങിയതിനും പറ്റും, ഇറങ്ങാനുള്ളതിനും പറ്റും. ഇറങ്ങിയൊരു മുസീബത്ത് ഉയർത്താനും പ്രാർത്ഥന വേണം. എങ്ങാനും നമ്മുടെ ഖദറിലോ ഖലായിലോ അള്ളാഹു ഒരു തീരുമാനമുണ്ടെങ്കിൽ അതിൽ ഖൈറിനെ നമ്മിലേക്ക് അടുപ്പിക്കാനും ഷർറിനെ തട്ടി വിദൂരത്താക്കാനും അദ്ദുആഉ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നടത്തുന്ന ദുആ,
ആ ഷർറിനെ തട്ടിമാറ്റാൻ കാരണമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നമ്മൾ പറയാറുണ്ട്, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ഖളാഇനെ തട്ടിമാറ്റാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് സ്വതഖയാണ്. ഉസ്താദ് അവിടെ പ്രത്യേകം പറഞ്ഞു, അസ്സദഖത്തു റദ്ദുൽ ബലായ, നമ്മുടെ സ്വതഖയും കൊടുത്തു അല്ലാഹു രണ്ടും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുള്ളവനാണ് സത്യവിശ്വാസി. വളരെ ചുരുങ്ങിയ കാലം, വളരെ ചുരുങ്ങിയ സമയം ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും കൃത്യമായി അള്ളാഹു നമുക്ക് നൽകിയ സമയത്തിനുള്ളിൽ ധാരാളം അമല് ചെയ്ത് അടുത്ത ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഓരോരുത്തരും തുടങ്ങിയ യാത്രയിൽ, മൊത്തത്തിൽ ലോകത്തിൻ്റെ ഒരു യാത്ര തുടങ്ങി ഓരോരുത്തരും മരണപ്പെടുന്നത്, ലോകത്തു നിന്ന് വിട പറയുന്നത് അവരുടെ സ്റ്റേഷനെത്തുമ്പോഴാണ്. നീണ്ടൊരു യാത്ര പണ്ട് തുടങ്ങിയതാണ്. ആ യാത്രയിൽ ഓരോരുത്തരായി കളം വിട്ടുമാറുന്നു. അവരുടെ സ്റ്റേഷനെത്തുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. നമ്മളിപ്പോഴും ആ വാഹനത്തിലുണ്ട്. വഴിയോര കാഴ്ചകൾ കണ്ട് ആവശ്യമായത് ചെയ്തുകൊണ്ട്, ചിലർ വെറുതെ സമയം പാഴാക്കിക്കൊണ്ട്, കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്നുകൊണ്ട് യാത്ര ഇങ്ങനെ സുഖിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ചിലർ വളരെ ഗൗരവത്തിലാണ്. എൻ്റെ യാത്ര ഇറങ്ങുന്ന സമയം എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, പെട്ടിയും കിതാബും എടുത്തിറങ്ങുകയേ നിവൃത്തിയുള്ളൂ, വേറെയൊന്നും നോക്കാനില്ല. ആ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തുന്നതിൻ്റെ മുന്നേ പരമാവധി അധ്വാനിക്കണമെന്ന ചിന്തയിൽ ഓരോരുത്തരായി നടക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബുദ്ധിയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മളൊക്കെ നമ്മുടെ സ്റ്റേഷൻ കാത്തിരിക്കുകയാണ്. അങ്ങോട്ടുള്ള ഓരോ ദിവസവും മാറി മറയുമ്പോൾ, ഇരുളും വെളിച്ചവും മാറി മറയുന്നതിനനുസരിച്ച് ഈ യാത്രയുടെ വേഗം കൂടുന്നുണ്ട്. ഓരോ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വലിയ സ്റ്റേഷനുകൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ആയുസ്സിലെ ചില സുപ്രധാനമായ സമയങ്ങൾ കഴിയുമ്പോൾ, കുട്ടിക്കാലം കഴിഞ്ഞ് കൗമാരം, കൗമാരം കഴിഞ്ഞ് യുവത്വം, യുവത്വം കഴിഞ്ഞ് മധ്യവയസ്കത, മധ്യവയസ്കത കഴിഞ്ഞിട്ട് വാർദ്ധക്യം, വാർദ്ധക്യം കഴിഞ്ഞ് അകാല വാർദ്ധക്യം. സ്റ്റേഷനുകൾ കൃത്യമാണ്, ഓരോരുത്തർക്കും കൃത്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതൊക്കെ തികഞ്ഞ ആളുകളുണ്ട്. കുട്ടികളുണ്ട്, കൗമാരക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, അല്ലേ, മധ്യവയസ്കരുണ്ട്, വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയവരുണ്ട്, അങ്ങേയറ്റം വാർദ്ധക്യത്തോടെ നിൽക്കുന്നവർ. ഇതൊക്കെ നമുക്ക് ഒരേ നിമിഷം കാണാൻ പറ്റും. എന്തിനാണിത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണിതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് സാധിക്കുമായിരുന്നു ഭൂമുഖത്തുള്ള ആളുകളൊക്കെ ഒരൊറ്റ ദിവസം പടച്ച്, ഒരൊറ്റ ദിവസം കൗമാരക്കാരും, ഒരൊറ്റ ദിവസം യുവത്വം, ഒരൊറ്റ ദിവസം അവർക്കൊക്കെ വാർദ്ധക്യവും അങ്ങനെ മരണവും പടച്ച റബ്ബിന് സാധിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ചെയ്തത്. ഓരോരുത്തർക്കും പരസ്പരം അറിയാനും മനസ്സിലാക്കാനും പ്രായമുള്ള ആളുകൾക്ക് അലാ ലൈത ശബാബു യഊദു യൗമാ, എനിക്കിനി ആ യുവത്വം തിരിച്ചു വരില്ല എന്നോർമ്മയോടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞുറക്കാൻ പറ്റും, എൻ്റെ യുവത്വകാലം കഴിഞ്ഞുപോയി, നീ അത് കഴിയുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇങ്ങനെ ഓരോരുത്തർക്ക് ഒരുപാട് ചിന്തകളും ഒരുപാട് ആശയങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ ഓരോരുത്തരുടെ ആയുസ് കഴിഞ്ഞു പോകുകയാണ്. അപ്പോഴാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വളരെ സുപ്രധാനമായ ഹദീസ് നമ്മളൊക്കെ പഠിക്കേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്. അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅൽ അമലു കുല്ലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തിൻ ജാരിയ ഔ ഇൽമി യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഇദാ മാതൽ ഇൻസാൻ, അള്ളാഹു മുൻനിശ്ചയിപ്പിച്ചതു പ്രകാരം, പടച്ച റബ്ബിന്റെ തീരുമാനപ്രകാരം അവന്റെ അസലിയായ ഖളാ നടക്കുന്നു. നിശ്ചിത സമയത്തിനുമേൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുകയാണ്. കാരണം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധിയെത്തിയാൽ ഒന്നിനെയും, ഒരു ശരീരത്തെയും ഒന്നിനെയും അള്ളാഹു പിന്തിപ്പിക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും പടച്ച റബ്ബ് കൊടുക്കുകയില്ല. ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിമിഷമാണ്.
അതേത് സെക്കൻഡാണെന്നാണ് നമുക്കറിയാത്തത്. അതൊരു സെക്കൻഡാണ്. ഗൾഫിൽ നിന്ന് 10 ദിവസത്തെ ലീവ് വന്ന മനുഷ്യൻ 2 മാസം മുമ്പ് ഗൾഫിലേക്ക് പോയതാണ്. നല്ലൊരു തറ ഇട്ടിട്ടുണ്ട്. 2000-ലധികം സ്ക്വയർ ഫീറ്റുള്ള ഒരു തറപ്പണി കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയ മനുഷ്യൻ 2 മാസം കഴിഞ്ഞിട്ട് കട്ടിള വെക്കാൻ തീരുമാനിച്ചിട്ട് 10 ദിവസത്തെ ഡേറ്റിന് വേണ്ടി 10 ദിവസത്തെ അവധിക്ക് നാട്ടിലേക്ക് വന്നതാണ്. എല്ലാം തീരുമാനിച്ചു. കട്ടിള വെക്കാൻ പള്ളിയിൽ ഉസ്താദ് വന്നു. ആളുകളൊക്കെ സ്പോട്ടിലേക്ക് എത്തി. സൈറ്റിൽ ആളുകളൊക്കെ ഒരുമിച്ചുകൂടി. പറഞ്ഞ സമയം 8-8:30 വീട്ടിന്റെ ഉടമസ്ഥനെ കാണുന്നില്ല. അവസാനം പോയി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൈറ്റിലേക്കൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി. ചെറിയൊരു ഉറക്കം, ഒരു മയക്കം വന്നപ്പോ ഒന്ന് കിടന്നിട്ട് 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കാമെന്ന് തീരുമാനിച്ച ആ മനുഷ്യൻ കട്ടിലിൽ കിടന്നത് കണ്ടവരുണ്ട്, വീട്ടുകാർ പോലും. പക്ഷേ സൈലന്റ് അറ്റാക്ക്. കട്ടിലിൽ നിന്ന് മറഞ്ഞ് താഴോട്ട് വീണ് കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോഴാണ് സ്വപ്നങ്ങളൊക്കെ മനസ്സിലുള്ളിൽ ഒതുക്കി വെച്ച ആ മനുഷ്യൻ പോയ ആ നിമിഷത്തെക്കുറിച്ച് ആർക്കെന്തു പറയാൻ പറ്റും? അതൊരു സെക്കൻഡാണ്. തീരുമാനങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിചാരങ്ങളും ഒരുപാട് മനസ്സിൽ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ മരണം നടക്കുന്നത് ഒരു സെക്കൻഡാണ്. ആ സെക്കൻഡിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. കാരണം പിന്നെയുള്ളത് ആഖിറമായതുകൊണ്ട്, അതിൻ്റെ മുമ്പെയുള്ള ഓരോ നിമിഷവും ദുനിയാവിലായതുകൊണ്ടും, ദുനിയാവിൽ മനുഷ്യൻ അധ്വാനിച്ച ഓരോ സമയവും ആഖിറത്തിന് മുതൽ കൂട്ടാകുമ്പോഴേ അവൻ്റെ ജീവിതത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യൻ മരണമടഞ്ഞു കഴിഞ്ഞാൽ ഇൻഖതഅൽ അമലു കുല്ലു, എല്ലാ പ്രവൃത്തിയും അവിടെ ഡിസ്കണക്റ്റഡ് ആണ്. പിന്നെ ഒന്നിനേക്കും അവന് സാധ്യമല്ല. ഒന്നിന് പോലും, ഒരു ചെറുവിരലനക്കാൻ പോലും, ഒരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ച ശ്വാസം അത് പുറത്തേക്ക് വിടാൻ പോലും മനുഷ്യന് കഴിയൂല. ഇൻഖതഅൽ അമലു കുല്ലു, എല്ലാം അവന് മുറിഞ്ഞുപോയി. ഒരമല് പോലും അവന് സൗകര്യപ്പെടുകയില്ല. പക്ഷേ പിന്നെ ആ മനുഷ്യനെ കൊണ്ടുവെക്കപ്പെടുന്ന ഖബറിലേക്ക് അവൻ ജീവിതകാലത്ത് ചെയ്ത ചില കർമ്മങ്ങളുടെ കൂലി ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചിട്ടാണ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അഥവാ നമുക്കല്ലാഹു തന്നിരിക്കുന്ന ആയുസ്സിൽ, നമുക്കല്ലാഹു തന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ കാതലായ ഭാഗം, കാതലെന്ന് പറയണ്ട, മിക്ക ഭാഗവും, മിക്കതല്ല എല്ലാ ഭാഗവും നമ്മൾ ചെയ്യേണ്ടത് ഈ 3 വിഷയങ്ങൾക്കായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം മരിച്ച് അവനെത്തുന്ന ആദ്യത്തെ വീടുണ്ടല്ലോ, അൽ ഖബറു, ഖബർ എന്ന് പറയുന്ന ആദ്യത്തെ വീട്. ആ വീട്ടിന്റെ തീരുമാനം മുത്തുനബി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 അവസ്ഥയെ ഖബറിനുള്ളൂ. 2 അവസ്ഥയെ ഖബറിനുള്ളൂ. ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജനാൻ, ഒന്നുകിൽ അത് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽപ്പെട്ട ഒരു ആരാമം, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ, അല്ലെങ്കിൽ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങളിൽപ്പെട്ടൊരു തീക്കുണ്ടാരം. പടച്ച റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ 2 അവസ്ഥയെ ഖബറിനുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70 വർഷത്തെ ജീവിതം മാക്സിമം. അതിനപ്പുറം നമുക്ക് അല്ലാഹുവിന്റെ ഫളലാണല്ലോ, അല്ലേ? കൃത്യമായും നമുക്ക് ചെറിയൊരു കണക്കെടുപ്പെങ്കിലും നടത്താൻ പറ്റും. നമ്മുടെ സമയം വളരെ ചെറുതാണെന്ന്. അർവാഹിന്റെ ലോകത്ത് നിന്ന് ദുനിയാവിന്റെ ലോകത്തേക്ക് സഞ്ചരിച്ച് കടന്നെത്തിയ നമ്മൾ 70 വർഷം വളരെ ചെറുതാണ് മുഅ്മിനെ. കാരണം പിന്നെ വരുന്ന ആലമുൽ ബർസഖ് നമുക്കറിയില്ല എത്ര വർഷമെന്ന്. 2 സൂറെന്ന കാഹളത്തിൽ 2 വട്ടം മൂതുന്നതിന്റെ ഇടയിൽ തന്നെ എത്ര സമയമുണ്ട് എന്ന് പോലും നമുക്കറിയൂല. ഇനി അത് കഴിഞ്ഞ് മഹ്ശറിന്റെ കണക്ക് ബഹുമാനം
ബഹുമാനപ്പെട്ട ചെമ്പുലങ്ങാട് ഉസ്താദ് ഇവിടെ ഇരുന്നു പറഞ്ഞു, മഹ്ശറിന്റെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷമാണ്. ഒരു ദിവസത്തിന്റെ ദൈർഘ്യം. ഇത് ഖുർആനാ പറയുന്നത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷമാണ്. സൂറത്തു സജദ അലിഫ് ലാം മീം സജദയിൽ പറഞ്ഞിട്ടുണ്ട്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. 1000 വർഷമാണ് ഒരു ദിവസത്തിന്റെ ദൈർഘ്യമെന്ന്. ഒരായത്തിൽ പറഞ്ഞു 50,000 വർഷം, ഒരായത്തിൽ പറഞ്ഞു 1000 വർഷം. രണ്ടും കൂടി കൂട്ടിയോജിപ്പിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, മഹ്ശർ എന്ന് പറയുന്നത് 1000 വർഷം വീതമുള്ള 50 ഘട്ടങ്ങളാണ്. അപ്പൊ ഒരു തോന്നൽ വന്നേക്കാം, അത് ഏതെങ്കിലും 1000 ആയേക്കാം, പെട്ടെന്ന് പോകുന്ന 1000 ആയേക്കാം. അല്ല, നിങ്ങൾ എണ്ണുന്ന 1000 വർഷം, നിങ്ങൾ എങ്ങനെയാ 1000 വർഷം എണ്ണുന്നത്? ഇത് 2017 ആണെങ്കിൽ 1017 നിന്ന് 2017 എത്താൻ എത്ര ദൈർഘ്യമെടുത്തോ? മിമ്മാ തഅദ്ദൂൻ. അങ്ങനെ നിങ്ങൾ എണ്ണുന്ന വർഷമാണ് മഹ്ശറിന്റെ ഒരു ദിവസത്തിന്റെ കണക്കെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. അതും കഴിഞ്ഞിട്ടാണ് ശാശ്വതമായ വാസത്തിന്റെ അൽ ജന്നത്തു അവിന്നാർ. സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനേ, ഞാൻ പറയുന്നത് 5 ഘട്ടങ്ങളിൽ 4 ഘട്ടങ്ങളും ദൈർഘ്യമേറിയതാണ്. 4 ഘട്ടവും ദൈർഘ്യമേറിയതാണ്. ഒരൊറ്റ ഘട്ടം, അതിന്റെ കണക്ക് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അഅമാറു ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ ആയുസ് മാ ബൈന 60 വ 70, 60ന്റെയോ 70ന്റെയോ ഇടയിൽ. അതിനപ്പുറം വളരെ 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 കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ആയുസ്സിൽ പ്രവർത്തിക്കാനുള്ള അമല് പറഞ്ഞിട്ടാണ് മുത്തുനബി പറഞ്ഞത്, ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യനെങ്ങു മരണമടഞ്ഞു കഴിഞ്ഞാൽ ഇൻഖതഅൽ അമലു കുല്ലുഹു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ പിന്നെ മുറിഞ്ഞു പോകുകയാണ്. അവന് പിന്നെ ഒന്നും ചെയ്യാനില്ല. പലതരം പ്ലാനുകൾ, നമ്മൾ മരിച്ച ആ ദിവസം പോലും, നമ്മൾ മരണപ്പെട്ട ആ ദിവസം പോലും ഒരുപാട് പദ്ധതികൾ മനസ്സിൽ കണ്ടിരുന്നു. പക്ഷേ രാവിലെ 8 മണിക്ക് ഈ മനുഷ്യൻ മരണമടയുമ്പോ എന്തു പ്ലാനാണ് പിന്നെ അവന് നടക്കാനുള്ളത്? ഇൻഖതഅൽ അമലു കുല്ലു, മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ്, അവന്റെ ഖബറിലേക്ക് എത്തുന്ന 3 പ്രധാനപ്പെട്ട അമലുകൾ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1 സ്വദഖത്തിൻ ജാരിയ, നമ്മൾ സമ്പാദിച്ച ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടി പടച്ച റബ്ബ് പറഞ്ഞ രൂപത്തിൽ ഹലാലായ സമ്പാദ്യം ഉപയോഗിച്ച് നമ്മൾ കൊടുത്ത ജാരിയായ സ്വദഖകൾ, അള്ളാഹു അത് കൊടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പള്ളിക്ക് കൊടുക്കുന്നത്, മദ്രസക്ക് കൊടുക്കുന്നത്, ദീനീ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്, ഇൽമിന് വേണ്ടി കൊടുക്കുന്നത്, പൊതുജനങ്ങളുടെ ഉപയോഗത്തിനും ഉപകാരത്തിനും വേണ്ടി കൊടുക്കുന്നത്, ഇങ്ങനെ ജാരിയായ സ്വദഖകൾ ധാരാളമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം കൊണ്ട്, നാം സമ്പാദിച്ച പണം കൊണ്ട് ചെലവഴിക്കുന്നതിൽ ജാരിയായ സ്വദഖക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അനവരതം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഇടമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ദാനധർമ്മത്തിന്റെ കൂലി നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ ഓതിയ അതേ ആയത്തിന്റെ മുൻഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് മരണം എത്തിയാൽ അവൻ പറയും, ലഅല്ലി അഅമലു സ്വാലിഹാ, ഞാനൊരു സൽക്കർമ്മം കൂടി ചെയ്തോട്ടെ എന്ന് മരണത്തിന്റെ മാലാഖയെ കൺമുന്നിൽ കാണുമ്പോ മനുഷ്യൻ കിട്ടൂല എന്നറിഞ്ഞിട്ട് പോലും ഒന്ന് ആവർത്തിച്ചു നോക്കും, ഒന്ന് ചോദിച്ചു നോക്കും, ഒരമലിനു കൂടി എനിക്ക് സൗകര്യം തരുമോ? സൂറത്തുൽ മുനാഫിഖൂനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സെക്കൻഡ് കൂടി തരുമോ? ഇലാ അജലിൻ ഖരീബ് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത സമയത്തിലേക്ക് എന്നെ ഒന്ന് നീട്ടിത്തരുമോ? അജലുൻ ഖരീബ് നമുക്ക് പഠിക്കാനുണ്ട്. സമയത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഇന്നത്തെ ആധുനിക മനുഷ്യനോട് വളർന്നു വരുന്ന ചെറുപ്പക്കാർ,
വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, അവരെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. അവർക്ക് ഈ ആപേക്ഷികമായ അജലും ഖരീബൊന്നു പഠിക്കാനുണ്ട്. ഒരു വർഷത്തെ അപേക്ഷിച്ച് 6 മാസം ഒന്നടുത്താണ്, 6 മാസത്തെ അപേക്ഷിച്ച് 1 മാസം ഒന്നുകൂടി അടുത്താണ്, 1 മാസത്തെ അപേക്ഷിച്ച് ഒരാഴ്ച ഒന്നുകൂടി അടുത്തു വന്നു, ഒരാഴ്ചയെ അപേക്ഷിച്ച് 1 ദിവസം ഒന്നുകൂടി അടുത്തു വന്നു, 1 ദിവസത്തെ അപേക്ഷിച്ച് 1 മണിക്കൂർ ഒന്നുകൂടി അടുത്തു, 1 മണിക്കൂറിനെ അപേക്ഷിച്ച് 1 മിനിറ്റ് ഒന്നുകൂടി അടുത്തിട്ടുണ്ട്, 1 മിനിറ്റിനെ അപേക്ഷിച്ച് 1 സെക്കൻഡ് ഒന്നുകൂടി അടുത്തു, 1 സെക്കൻഡിനെ അപേക്ഷിച്ച് 1 മൈക്രോ സെക്കൻഡ് ഒന്നുകൂടി അടുത്തു. മുഅ്മിനേ, ഇലാ അജലിൻ ഖരീബ്, അടുത്ത സമയത്തിലേക്ക് എന്നെ ഒന്ന് നീട്ടിത്തരുമോ എന്ന് അന്ന് മനുഷ്യൻ പറയുന്നുവെങ്കിൽ 1 മൈക്രോ സെക്കൻഡെങ്കിലും എനിക്ക് തരുമോ എന്നാണ് അല്ലാഹു ജല്ല ജലാലു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. എന്നിട്ട് അവൻ പറയുന്നത് എന്താ? ഫഅസ്വദ്ദഖ, അത് പഠിക്കണം നമ്മൾ. എനിക്കൊരു സെക്കൻഡ് തരുമോ? ഫഅസ്വദ്ദഖ, അപ്പ മനുഷ്യന് ബോധം വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നെട്ടോട്ടമോടി നിസ്കാരം പോലും ഒഴിവാക്കി സമയങ്ങളെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീക്കിവെച്ച് ഞാൻ സ്വരുക്കൂട്ടിയ സമ്പത്ത് മുഴുവൻ ഇതാ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഫഅസ്വദ്ദഖ, എനിക്കൊരു സൽക്കർമ്മം ചെയ്യാൻ, അതും ഫഅസ്വദ്ദഖ, ഞാനൊന്ന് ധർമ്മം ചെയ്തോട്ടെ, ഞാനൊന്ന് സ്വതഖ കൊടുത്തോട്ടെ, വഅകും മിനസ് സ്വാലിഹീൻ, അങ്ങനെ ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോട്ടെ. അഥവാ ജാരിയായ സ്വതഖ കൊടുക്കുന്നത്, ധർമ്മം ചെയ്യുന്നത് സ്വാലിഹീങ്ങളിൽ പെടാനുള്ള രൂപമാണെന്നുകൂടി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം പണം ഓരോരുത്തർക്കുമുണ്ട്. ആപേക്ഷികമായി അതിന് ഏറ്റ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു കൊടുത്ത സമ്പത്തിൽ നിന്ന് തൃപ്തിപ്പെടലോടുകൂടെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സിനാണ് മുത്തുനബി പറഞ്ഞത് അവർക്കാണ് നാളെ ആഖിറത്തിൽ നേട്ടമുള്ളതെന്ന്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തത് മുത്തുനബി പഠിപ്പിച്ചത് ഔ ഇൽമി യുൻതഫഉ ബിഹി, ഈ സദസ്സ് പോലും അതിന്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ച മദ്രസയുടെ പാഠങ്ങൾ, നമ്മൾ പഠിച്ച സ്കൂളിന്റെ പാഠങ്ങൾ, നമ്മൾ പഠിച്ച ദീനിയായ വിവരങ്ങൾ, നമ്മൾ പഠിച്ച സാങ്കേതിക പരിജ്ഞാനങ്ങൾ, നമ്മൾ പഠിച്ച ഏതൊക്കെ വിവരങ്ങളുണ്ടോ എല്ലാം അല്ലാഹുവിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. ഔ ഇൽമി യുൻതഫഉ ബിഹി, മനുഷ്യൻ പഠിച്ചതും അറിഞ്ഞതും ഉപകാരപ്പെടുത്തിയതുമായ അറിവ്, അവന്റെ ജ്ഞാനം അതവന്റെ ഖബറിലേക്ക് എത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദ് അവസാനം ദുആ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇൽമിനും അമലിനും അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്തേ ഇന്ന് ഗൂഗിൾ അൽ ആലിമുൽ അല്ലാമ ഗൂഗിൾ മൗലാനയോട് ചോദിച്ചാൽ ഏതു ഫത്വയും നിങ്ങൾക്ക് ഞൊടിയിട കൊണ്ട് കിട്ടുമല്ലോ അല്ലേ? അല്പം ടൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ, ഇന്റർനെറ്റുള്ള മൊബൈൽ ഉണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഏതു ഭാഷയിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഖുർആൻ വേണോ, ഹദീസ് വേണോ, ഫിഖ്ഹ് വേണോ, തഫ്സീർ വേണോ, ഏതു വേണമെങ്കിലും ഏത് ജ്ഞാനങ്ങളും ഞൊടിയിട കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് 4G സൗകര്യമുള്ള ഒരു മൊബൈലിലാണെങ്കിൽ അതിവേഗ നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുമല്ലോ. വിവരങ്ങൾ ഒരുപാട് ശേഖരിക്കാൻ ഇന്ന് സൗകര്യം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വിവരങ്ങൾ നമ്മൾ പഠിച്ചതും ശേഖരിച്ചതും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉപകാരപ്പെടൽ? അത് അറിയൽ കൂടി ഈ സദസ്സിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു മനോഹരമായ കവിത, ലൗകാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു ലകാന അശ്റഫു ഖൽഖില്ലാഹി ഇബ്ലീസു ലഅനത്തുല്ലാഹി അലൈഹി. ഒരുപാട് ശേഖരിച്ചിട്ടുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിൻ്റെ മേൽ അട്ടിയിലട്ടിയായി ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകൾ വാങ്ങി വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ച് ഞാൻ ഇതൊക്കെ പഠിച്ചവനാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനോടാണ് മഹത്തുക്കൾ ഈ കവിത പഠിപ്പിക്കുന്നത്. ലൗകാന ലിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫു. ഒരുപാട് അറിവ് നേടിയിട്ട് ആ അറിവിലൂടെ നിന്നെ പടച്ച രക്ഷിതാവിനെ നീ അറിയേണ്ട, നിന്നെ പടച്ച ഖാലിഖായ റാസിഖായ റബ്ബിനെ അറിയാനും സൂക്ഷിക്കാനും മനസ്സിലാക്കാനും നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇൽമു കൊണ്ടല്ല ശ്രേഷ്ഠത, തഖ്വ കൊണ്ടാണ് ശ്രേഷ്ഠത, ഇൽമിനനുസരിച്ചുള്ള അമല് കൊണ്ടാണ് ശ്രേഷ്ഠത. കാരണം
ഇൽമിന് മാത്രമാണ് നീ, അറിവില്ല പ്രവർത്തനമില്ലാത്ത അറിവിന് മാത്രമാണ് നീ ശ്രേഷ്ഠത കൊടുക്കുന്നതെങ്കിൽ ലകാന അഷ്റഫു ഖൽഖില്ലാഹി ഇബ്ലീസു ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഉത്തമനായ മനുഷ്യൻ ഇബ്ലീസാകുമായിരുന്നു എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് അറിവ് പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അറിവിനനുസരിച്ചുള്ള തഖ്വയിൽ അധിഷ്ഠിതമായ അമലിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത്, ഏറ്റവും വലിയ ആയത്തിൽ പോലും പറഞ്ഞത് വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വയുഅല്ലിമുകുമുല്ലാഹ്, പടച്ച റബ്ബ് നിങ്ങൾക്ക് അറിവിനെ പഠിപ്പിച്ചു തരുമെന്ന്. അല്ലാഹു ഇത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മക്കളും ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളും പഠിക്കേണ്ട മറ്റൊരു കവിത കൂടി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദ്ബി. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. നമ്മൾ ഇന്ന് വളർന്നു വരുന്ന മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്ത ബോധമുള്ള രക്ഷിതാക്കളായി വളരാനും ജീവിക്കാനും മക്കളെ ശരിയായ ദൗത്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ പങ്കുവെക്കുന്നത്. ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു. യതീം, അനാഥൻ, നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ആരാണ് അനാഥ? ആരാണ് അനാഥൻ എന്ന് പറയുന്നത്? ആരാണ് യതീം? ആരാണ്? പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പേ ബാപ്പ മരണപ്പെട്ടവൻ, അവനെയാണ് യതീം എന്ന് പറയുന്നത്. പക്ഷേ ഈ കവിതയിൽ മഹത്തുക്കൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ലൈസൽ യതീമുല്ലദീ ഖദ് മാത വാലിദുഹു. ബാപ്പ മരണപ്പെട്ട യതീം അതൊരു യതീമല്ലടോ, അതൊരു യതീമല്ലടോ. കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 2 മാസമാകുമ്പോ ബാപ്പ മരണപ്പെട്ട മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി നോക്കിയ ഉമ്മ 6 വയസ്സാകുമ്പോഴേക്ക് ഉമ്മ മരണപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നോക്കിയ പിതാമഹനായ അബ്ദുൽ മുത്തലിബും 8ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. നോക്കൂ, ചെറുപ്രായത്തിൽ തന്നെ സംരക്ഷിക്കുന്നവരൊക്കെ വിട പറഞ്ഞു പോയിട്ടും ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ടാണ് വളർന്നത്. പക്ഷേ നമുക്കൊക്കെ സമാധാനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ അനാഥനായിട്ടാണ് വളർന്നത്. ഖുർആൻ സൂറത്തുൽ ളുഹാ വല്ലുഹാ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അലം യജിദ്ക യതീമൗ ഫആവാ വവജദക ളാല്ലൗ ഫഹദാ. ായിട്ടാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ലോകത്തുള്ള സർവ്വ ആളുകൾക്കും ആലംബത്തിന്റെ അവശരണരുടെ ആലംബഹീനരുടെ ആശാ കേന്ദ്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചൊല്ലാറുണ്ടല്ലോ നാരിയത്തുസ് സ്വലാത്ത്, അതിൽ പോലും ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു. യതീമായിട്ടാണ് അവിടുന്ന് ജീവിതം ആരംഭിച്ചത്. പക്ഷേ ഉമ്മത്തിന് രക്ഷാകവചമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ കവിതയിലേക്ക് ഒന്നുകൂടി നോക്കണേ. ബാപ്പ മരിച്ചവനെ കുറിച്ച് യതീമെന്ന് വിളിക്കാറുണ്ട്. പക്ഷേ അതൊരു യതീമല്ലടോ. ബലിൽ യതീമു. യതീം ആരാണെന്നറിയോ? യതീമുൽ ഇൽമി വൽ അദബി. ഇൽമില്ലാതെ അദബില്ലാതെ ജീവിച്ച മക്കളാണോ അവരാണ് യതീമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ ശരിയായ ജ്ഞാനവും മര്യാദയും നൽകണേ അല്ലാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് പഠിച്ച് നമ്മൾ രണ്ടാമത്തതിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പറയാറുണ്ട് കുട്ടിയെ ഞാൻ മദ്രസയിലേക്ക് അയച്ചിട്ടുണ്ട്, അവന് ഞാൻ വേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിക്കുന്നത് വെറും തിയറികളാണ്. ആ വിഷയത്തിലേക്ക് വരാം. പ്രാക്ടിക്കൽ ലൈഫിലേക്ക്, അഥവാ അവർക്ക് ഉപകാരപ്പെടുത്തുന്ന രൂപത്തിലേക്ക്
കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അധ്യാപനങ്ങളൊക്കെ ഫലശൂന്യമാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ ഖബറിലേക്ക് എത്തുന്നതിൽ അതിപ്രധാനമായത് വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ എന്നല്ല പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞ് അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അങ്ങനെയല്ല പറഞ്ഞത്. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കൾ. മക്കൾ സ്വാലിഹീങ്ങളാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഈ ചുറ്റുപാടുകൾ മലീമസമായ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന പൂതലിച്ച ചിതലരിച്ച ഈ ചുറ്റുപാടിൽ നിന്ന്, സംസ്കാരം നഷ്ടപ്പെട്ടു പോയ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കൾ, ദുആ ചെയ്യുന്ന മക്കൾ, അതിനു വേണ്ടിയാവട്ടെ നമ്മുടെ പരിശ്രമങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കുവഹിച്ച, നമ്മളേറെ ആദരിക്കുന്ന, ഇന്ന് മജ്ലിസുന്നൂറിൽ പോലും നമ്മൾ പറഞ്ഞു അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുൽ ലിഔഫിൻ ആമിറു വ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, കൊച്ചുകുട്ടിയാണ്, 7 or 8 വയസ്സുള്ള കൊച്ചുകുട്ടി. ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ടാണ് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് പോകാറുള്ളത്. ബാപ്പ പോകുമ്പോ മകനെ കൂട്ടിപ്പിടിക്കുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ മുഅ്മിനേ, നമ്മളത് പഠിക്കേണ്ടത് തന്നെയാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഓരോ വലിയ പെരുന്നാളിന്റെ സമയത്തും നമ്മളത് ആവർത്തിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിലും നിസ്കാരത്തെ മെഡിറ്റേഷൻ ദാനമായി കരുതിയ ആളുകൾക്ക്, നോമ്പിനെ അതൊരു ആരോഗ്യ സംരക്ഷണമായി കരുതിയ ആളുകൾക്ക്, സകാത്തിനെ അതൊരു സമ്പത്തിന്റെ ശുദ്ധീകരണമായി കരുതിയ ആളുകൾക്ക്, ഹജ്ജിനെ എന്തായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഹജ്ജിന്റെ കാമ്പിനെ കുറിച്ച് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഹജ്ജ് മനസ്സിലാക്കിയിട്ടുണ്ടോ? കുടുംബത്തിലെ ഉപ്പയും ബാപ്പയും മകനും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത രാജാതിരാജനായ അള്ളാഹുവിനെ ചേർത്തു പിടിച്ചിട്ടുള്ള റബ്ബിനെ തവക്കുലാക്കിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധ ഹജ്ജ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ ആ ഒരു ചിന്തയെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അവിടെയാണ് ഇബ്രാഹിമി പാരമ്പര്യത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. ശരിക്കും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ ചുമരുകൾ പണിതുയർത്തുമ്പോ വഇസ്മാഈൽ, മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം കൂടെ ബാപ്പാന്റെ കൂടെയുണ്ട്. ബാപ്പ പള്ളി കമ്മിറ്റിയിലും മകൻ യൂത്ത് ക്ലബിലും അല്ല, ബാപ്പയുടെ കൂടെ മകനുണ്ട്. ഇത് തിരിച്ചറിയാൻ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഉമ്മ നിസ്കാരത്തിന്റെ മുസല്ലയിലാണ്, ഉമ്മാക്ക് എപ്പോഴും തസ്ബീഹാണ്. മകനോ മകളോ മരുമകളോ സദാസമയവും ടിവിയിലാണ്, സദാസമയവും വാട്സപ്പിലാണ്, സദാസമയവും ഫേസ്ബുക്കിലാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. കൂടെ പിടിക്കാൻ, കൂട്ടിപ്പിടിക്കാൻ, മക്കളെ നമ്മുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ഉമ്മാക്ക് കഴിയുന്നിടത്ത്, ബാപ്പാക്ക് കഴിയുന്നിടത്ത് ജീവിതത്തിന്റെ നിഅമത്തുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി.
അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ ഒരു ഹദീസാണ്, മനോഹരമായ ഒരു ഹദീസ്, മിൻ നിഅമത്തില്ലാഹി അലൽ വാലിദി, അഥവാ ഒരു പിതാവിന് മാതാവിന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളിൽപ്പെട്ടതാണ് അയ്യശ്ബിഹു വലദുഹു, മകനും തന്നെ പോലെയാകുക, മകളും തന്നെ പോലെയാകുക. അഥവാ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഒരു പിതാവും മാതാവും എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേ രൂപത്തിൽ മക്കളായാൽ അള്ളാഹു ചെയ്തു കൊടുക്കുന്ന നിഅമത്താണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആ ബാപ്പയും മകനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നമ്മെ പഠിപ്പിച്ചത്. കഅബയുടെ ചുമരുകൾ പണിതുയർത്തുമ്പോ ഇബ്രാഹിം മഖാമിൻ എന്ന കല്ലിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതുയർത്തുമ്പോ രണ്ടുപേരും കൂടെയുണ്ട്, ബാപ്പയുടെ കൂടെ മകനുണ്ട്. രണ്ടുപേരും ആ ദുആ ചെയ്തത്, ആ ദുആ ഇന്നും നമ്മൾ നടത്തിയിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. യുഗാന്തരങ്ങൾക്ക് മുമ്പ് ഒരു പിതാവും മകനും അന്ന് നടത്തിയ പ്രാർത്ഥന ഇന്നും നമ്മൾ ഇനി ഖിയാമത്ത് വരെ ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താനുള്ളതാണ്. എന്താണ് ദുആ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ ചിന്ത മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കുണ്ടാവേണ്ട ഈ ഒരു ചിന്തയുണ്ടല്ലോ, അതാണ് ഒരു സത്യവിശ്വാസിയുടെ കുടുംബ വിശേഷം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഒരു മുഅ്മിനിന്റെ കുടുംബ പശ്ചാത്തലം, അവന്റെ കുടുംബത്തിന്റെ സാഹചര്യം, ഫാമിലി സർക്കംസ്റ്റൻസ് എന്ന് പറയും. ഇതായിരിക്കണം നമ്മുടേത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം ഓരോ കുഞ്ഞും ഓരോ കുട്ടിയും സമൂഹത്തിന്റെ ഭാഗമാകുന്നത് കുടുംബമെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ്. സോഷ്യോളജി അത് പഠിപ്പിക്കുന്നുണ്ട്. ദ ഫാമിലി ഈസ് ദ പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ പ്രഥമ സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. സോഷ്യലൈസ് ചെയ്യപ്പെടുന്നതിൽ ഒരു മകൻ ഒരു മകൾ സമൂഹത്തിന്റെ ഭാഗമാകുന്നതിൽ 4 ഏജന്റുകൾ സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നവന്റെ ഫാമിലിയാണ്, രണ്ടവന്റെ പ്രിയർ ഗ്രൂപ്പാണ്, മൂന്നവന്റെ സ്കൂളാണ്, നാലവന്റെ 4 മാസ് മീഡിയകളാണ്. ഇത് 4ഉം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 4ഉം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫാമിലി ഇസ്ലാമികമായിരിക്കണേ. പിയർ ഗ്രൂപ്പ് അഥവാ അവരുടെ സമപ്രായക്കാരെന്ന് പറയുന്നത് അവൻ ആരോടാണ് കൂട്ട്, അവൾക്ക് ആരോടാണ് കൂട്ട്, ഇസ്ലാമികമായിരിക്കണം. മൂന്നാമത്തത് അവൻ പഠിക്കുന്ന സ്കൂൾ അത് മദ്രസയാവട്ടെ, മതപരമാവട്ടെ, ഭൗതികമാവട്ടെ, വേർതിരിച്ച് കാണാൻ മുസ്ലിമിനെ പഠിപ്പിച്ചിട്ടില്ല. കാരണം എല്ലാം പടച്ചറബിൻ്റെതാണ്, എല്ലാം പടച്ചറബിൻ്റെതാണ്. സ്കൂളിൽ ഒരു പക്ഷേ പറയൂല, ആപ്പിൾ മരത്തിച്ചുവട്ടിലിരുന്ന ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം പഠിപ്പിച്ചുവെങ്കിൽ അവിടെ സ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുകയില്ല ഇത് പറഞ്ഞത് ഈ ആപ്പിൾ സൃഷ്ടിച്ചത് റബ്ബാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയൂല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ മക്കൾക്ക്, അത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കാവണം. ലാബിൽ കൊണ്ടുപോയി ഒരു ജലത്തിന്റെ കണിക കൊണ്ടുവന്ന് 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഇതിൽ നിന്ന് വിഘടിക്കാൻ, ഒരു ജലത്തിന്റെ കണികയിൽ നിന്ന് വിഘടിക്കാൻ പറ്റുമെന്ന് ടെക്സ്റ്റ് ബുക്ക് പറയുമെങ്കിലും അവിടെ പറയൂല അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. തിരിച്ച് ടീച്ചറോടൊന്ന് ചോദിച്ചാൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും അങ്ങോട്ട് തരാം, വെള്ളമാക്കി തരുമോ എന്ന് ചോദിച്ചാൽ പറ്റൂല. എന്തേ? മേഘത്തിൽ നിന്നിറക്കുന്നത് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മേഘത്തിൽ നിന്നിറക്കുന്നത് അതോ നാമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ ഇറക്കുന്ന ശുദ്ധജലം പോലും ഉപ്പുവെള്ളമാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അതൊരോർമ്മപ്പെടുത്തല. ഈ ഭൂമിയുടെ 4ൽ 3 ഭാഗവും ജലമാണ്. ലോകത്തിന്റെ ഭൂപടം ഗ്ലോബ് എന്ന് വെച്ച് നോക്കിയാൽ കരഭാഗം വളരെ കുറച്ചേയുള്ളൂ, ബാക്കി മുഴുവൻ വെള്ളമാണ്. ഈ വെള്ളത്തിലധികവും ഉപ്പുവെള്ളമാണ്. എന്നാൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന
പ്യുവർ വാട്ടർ, നമ്മൾ ഇന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ വെള്ളം, അതിന്റെ പെർസെന്റേജ് നോക്കിയാൽ, ശതമാന കണക്ക് നോക്കിയാൽ വളരെ കുറച്ചേ ഉള്ളൂ. അതാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത്. റബ്ബ് പറഞ്ഞത് ഒരു ഓർമ്മപ്പെടുത്തലൗ നശാഉ, നമ്മളെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവശേഷിക്കുന്ന ശുദ്ധവെള്ളം പോലും അതിനെ ഉപ്പുവെള്ളമാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. മുഅ്മിനേ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇതൊന്നും അവിടെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, തബാറക സൂറത്തിന്റെ അവസാനത്തെ ഭാഗം, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾ കുടിക്കുന്ന നിങ്ങളുടെ വെള്ളം കിണറ്റിലുണ്ട് എന്ന് നിങ്ങൾ ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ രാവിലെ വെള്ളം കോരാൻ വേണ്ടി അല്ലെങ്കിൽ മോട്ടർ ഇട്ട് നോക്കുമ്പോൾ വെള്ളം കയറുന്നില്ല, ഗൗറാ, വറ്റിപ്പോയി. എന്തു ചെയ്യാൻ പറ്റും? വറ്റിപ്പോയി. ഭൂഗർഭ ജലവിധാനം താഴോട്ട് പോയി, വറ്റിപ്പോയി. ഫമയഅതീകും ബിമാഇൻ മഈൻ, ഒഴുകുന്ന വെള്ളം ആര് കൊണ്ടുവന്നു തരും? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹുവേ, ആ റബ്ബിലേക്ക് മടങ്ങാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മക്കളെ കുറിച്ചുള്ള ശരിയായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ, അല്ലാഹുവിനെ അനുസരിക്കുന്നവരും പടച്ച റബ്ബിനെ ബോധ്യപ്പെടുത്തുന്നവരുമായി നമ്മൾ മക്കൾക്ക് മാതൃകയായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, അങ്ങനെ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ ആ പ്രാർത്ഥന നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാടുകളിൽ ഇപ്പോഴും മുഴങ്ങിയുണ്ടായിരിക്കണം. സോഷ്യലൈസേഷൻ ഏജന്റുകളിൽ ഫാമിലി ഇസ്ലാമികമായിരിക്കണം, സമപ്രായക്കാർ നമ്മുടെ മക്കളുടെ ഇസ്ലാമികമായിരിക്കണം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയോട് അനുബന്ധമുള്ളതായിരിക്കണം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അമുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ ഉണ്ടാകും, സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും തെറ്റിലേക്ക് നയിക്കപ്പെടുന്നതാവരുത്. അതാണ് ധാർമ്മികത കൊണ്ട്, ഇസ്ലാമികത കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, അവന്റെ സ്കൂൾ, അവൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഇസ്ലാമിക മോറൽ തോട്ട് അവന് കൊടുക്കുന്നതായിരിക്കണം, ധാർമ്മികത വളം വെച്ച് കൊടുക്കുന്നതായിരിക്കണം. അധാർമിക ചിന്തകൾ, അധാർമിക പ്രവണതകൾ വളർന്നു വരുന്ന ഇന്നത്തെ ആധുനിക കോളേജുകളിൽ അല്ലേ നമ്മൾ എന്നത് വായിച്ചു കൊണ്ടിരിക്കുന്നതും ഇതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കോളേജുകളിലെ ഈ വർത്തമാനങ്ങളാണ് ചാനലിന്റെ ടോക്ക് ഷോയിൽ, ചാനലിന്റെ പ്രൈം ടൈമിൽ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് അവർ പറയുന്ന ഈ അശ്ലീലതയുടെ വർത്തമാനം ഇന്ന് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മുസ്ലിമിനെ അവനെ വളർത്തുന്ന സമൂഹത്തിന്റെ ഭാഗമാക്കുന്ന സ്കൂളുകളെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. നാലാമത്തത് മാസ് മീഡിയ. അത് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിന് വലിയ മാറ്റമുണ്ടാകാനുള്ള കാരണമുണ്ടായത്. കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, വായിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊരു മനുഷ്യന്റെ സ്വഭാവത്തിൽ, അവന്റെ സമൂഹത്തിൽ ഭാഗമാക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സോഷ്യോളജി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മുസ്ലിമേ, നമ്മുടെ വീട്ടിന്റെ സാഹചര്യങ്ങൾ, നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാടുകൾ, 4 ചുമരുകൾക്കുള്ളിൽ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളത്, അവർ പഠിച്ച തിയറികൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ടേക്കാം. ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിവെച്ച് അവരിങ്ങനെ ആ സിംഹാസനത്തിൽ ആരൂഢരായിരിക്കും. എനിക്കൊരുപാട് ബിരുദമുണ്ട്, ബിരുദാനന്തര ബിരുദമുണ്ട്, എന്റെ മകൻ IT പ്രൊഫഷണലാണ്, എന്റെ മകൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കാമെന്നല്ലാതെ ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ വായിച്ചതോർക്കുകയാണ്, MBBSന്റെ അവസാനത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവസാനത്തെ പരീക്ഷയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പെട്ടെന്നാണൊരു പനി വന്നത്, പെട്ടെന്നാണൊരു ക്ഷീണം വന്നത്. പരിശോധിച്ചു നോക്കുമ്പോ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, പനി വന്നുപോയി. ആ പനി അങ്ങ് മാറിയില്ല. ഒരുപാട് ചികിത്സിച്ചു, MBBSന് പഠിക്കുകയാ, ഡോക്ടറാകാൻ പഠിക്കുകയാണ്, ഈ പനി മാറിയില്ല. അവസാനം ലാബിൽ ടെസ്റ്റ് ചെയ്ത് വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, വലിയ അസുഖം തന്നെയായിരുന്നു, ബ്ലഡ് ക്യാൻസർ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസുഖം ബാധിച്ചു, നാൾക്കുനാൾ ശരീരം ക്ഷീണിച്ചു. ഡോക്ടർമാർ വിധിയെഴുതി 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഇനി പാലിയേറ്റീവിലേക്ക് കൊണ്ടുപോയിക്കോളൂ, അഥവാ അവസാനത്തെ നാളുകൾ എണ്ണിക്കിടന്നോളൂ. ആ ചെറുപ്പക്കാരനെ കുറിച്ച് വായിച്ചറിഞ്ഞത് തന്റെ ബെഡിൽ അവസാനത്തെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഒരു ദിവസം അവൻ ഉപ്പയെയും ഉമ്മയെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ, എന്റെ സർട്ടിഫിക്കറ്റുകൾ ഒന്ന് കൊണ്ടുവന്നു
തരുമോ, എന്റെ സർട്ടിഫിക്കറ്റുകൾ ഒന്ന് കൊണ്ടുവന്നു തരുമോ? അലമാറയിൽ നിന്ന് അവരിങ്ങനെ വളരെ വളരെ പണ്ട് വളരെ പ്രതീക്ഷയോടെ കാത്തുവച്ചിരുന്ന ആ സർട്ടിഫിക്കറ്റുകൾ എടുത്തുകൊണ്ടുവന്ന് വിറക്കുന്ന കൈകളോടെ മകന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരിങ്ങനെ പറഞ്ഞു, മോനെ 10ാം ക്ലാസ്സിൽ നിനക്ക് ഫുൾ A+ ആണ്, +2 നിനക്ക് ഫുൾ A+ ആണ്, നീ എൻട്രൻസിൽ നല്ല മാർക്കോടുകൂടെ റാങ്ക് ഹോൾഡർ ആണ്, നിനക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ അഭിനന്ദനങ്ങൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇതാ ഇത് കയ്യിൽ പിടിച്ചിട്ട് അവൻ പറഞ്ഞു, ഉപ്പാ ഒന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഓർമ്മയുണ്ടോ അന്ന് മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന്, മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് സ്കൂളിലേക്ക് പോകാനുള്ള സമയം അവന് കിട്ടുന്നില്ല, മറ്റൊന്നും അവന് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് 4ൽ വെച്ച് പഠനം നിർത്തി, മതം പഠിപ്പിക്കാത്ത മദ്രസ പഠിപ്പിക്കാത്ത സ്കൂളിലേക്ക് എന്നെ കൊണ്ടുചെന്നാക്കിയത് ഓർമ്മയുണ്ടോ? 5ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, 7ന്റെ പൊതുപരീക്ഷ ഞാൻ എഴുതിയിട്ടില്ല, എന്റെ കൂട്ടുകാരൊക്കെ 10ാം ക്ലാസ്സും കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് പലതും പഠിച്ചിട്ട് പോലും എനിക്ക് ശരിയായ രൂപത്തിൽ നിസ്കരിക്കാൻ പോലും അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചിന്തയിൽ ഞാനൊരു പണം കായ്ക്കുന്ന മരമായിരുന്നു, നിങ്ങളുടെ ചിന്തയിൽ ഞാനൊരു പണം കായ്ക്കുന്ന മരമായിരുന്നു. ഞാൻ ജനിച്ച അന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെച്ചത് എന്റെ മകൻ എനിക്ക് വലിയ സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ട്, ഗൾഫിൽ പൊടി പിടിക്കുന്ന ബിസിനസ്സാണ്, എന്റെ മകൻ ഒരു ഡോക്ടർ ആവണം, നാട്ടിലൊരു ഡോക്ടർ ഉണ്ടാവട്ടെ, ആളുകൾ എന്നെ കുറിച്ച് പറയണം, മൂപ്പര് പഠിച്ചിട്ടില്ലെങ്കിലും മൂപ്പരെ മോനെ മൂപ്പര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഡോക്ടറാകാൻ വേണ്ടി ബാപ്പയെന്ന് പൂതി വെച്ചുകൊണ്ട് അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ചു. ഞാൻ ഈ ചോദിക്കുന്നത്, ഡോക്ടർമാർ അവസാനത്തെ ചാൻസും പറഞ്ഞൊഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ചോദിക്കാനുള്ളത് ഉറപ്പല്ലേ ബാപ്പാ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകുകയാണ്, എനിക്ക് കാണിക്കാൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് തരാനുണ്ടോ? എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഹോസ്റ്റൽ ജീവിതത്തെ കുറിച്ച് എനിക്കറിയാം, എൻ്റെ കലാലയത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഞങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് എനിക്കറിയാം, ആൺപെൺ ബന്ധങ്ങളുടെ ആ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞോട്ടെ, എന്റെ അവസാനത്തെ നാളുകൾ എണ്ണിക്കഴിയുമ്പോൾ എനിക്കെന്തെന്റെ റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവെക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോ കണ്ണുനീരൊലിപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് മകന്റെ കാലിൽ വീണ ആ ഉമ്മയുടെയും ബാപ്പയുടെയും വർത്തമാനം ഈ സദസ്സിന്റെ മുന്നിൽ ഞാൻ വെച്ചോട്ടെ. ആദരണീയരായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, SSLCക്കും +2നും തയ്യാറാകുന്ന മക്കളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, കുട്ടികളെ കുറിച്ച്, ഒരാൾ SSLCയിൽ ഫുൾ A+ ലഭിച്ചു, ഒരാൾ +2ൽ ഫുൾ A+ ലഭിച്ചു, തൊട്ടതൊക്കെ വിജയം. നാട്ടുകാരവനെ ആശംസിച്ചു, നാട്ടുകാരവനെ പ്രശംസിച്ചു, അവൻ ഒരുപാട് സർട്ടിഫിക്കറ്റ് വേണ്ടതൊക്കെ കിട്ടി. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, എത്ര ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിനപ്പുറത്തേക്ക് പഠിച്ചൊരു ചെറുപ്പക്കാരൻ, തൊട്ടതിനൊക്കെ അവന് സക്സസ് ആണ്, അവന് വിജയമാണ്. പക്ഷേ ആ വിജയത്തെ കുറിച്ച് ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞോട്ടെ, എന്തെന്നറിയോ? ആ വിജയങ്ങളൊക്കെ നാടനാണ്. നാടൻ എന്താ നാടൻ എന്ന് പറഞ്ഞ ഈ ലോകത്തതാണ്, നാടനാണ്. ഈ പറയപ്പെട്ട 70 വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു തീർക്കുന്ന നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള വിജയങ്ങൾ മാത്രം, ഇവിടുത്തെ വിജയങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞത്. അതും കെട്ടിപ്പിടിച്ച് അതിന്റെ ലോകത്ത് സ്വപ്നം കാണുന്നവരെ പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഉസ്താദ് അങ്ങ് ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ഓരോ ശരീരവും ذائقة الموت മരണത്തെ രുചിച്ചറിയാനുള്ളതാണ്. ഓരോ ശരീരവും അള്ളാഹനെ വിശ്വസിക്കുന്നവരാവട്ടെ വിശ്വസിക്കാത്തവരാവട്ടെ ആരാവട്ടെ, ഓരോ ശരീരവും ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. പക്ഷേ വഇന്നമാ തുവഫൗന ഉജൂറക്കും, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ കൂലികൾ പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. എന്നിട്ട് പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്,
A+കളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരെ, ദുനിയാവിന്റെ A+ മാത്രം പോരാ. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരാണോ നരകത്തെത്തിട്ടും നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതാരാണോ, പ്രവേശിപ്പിക്കപ്പെടുന്നതാരാണോ, ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് യഥാർത്ഥ വിജയി. ഫഖദ് എന്ന് പറഞ്ഞാൽ ഫഖദ് കഴിഞ്ഞിട്ടൊരു മാളിയായ ഫീൽ വന്നാൽ ഫഖദ്, അവനാണ് യഥാർത്ഥ വിജയി, സുനിശ്ചിതമായ വിജയം അവനാണ്. എന്നിട്ടൊരു ഓർമ്മപ്പെടുത്തൽ, വമൽ ഹയാത്തുദ് ദുനിയാ, ഭൗതിക ജീവിതം, ഭൗതിക ജീവിതം. ഖുർആനാണിത് പറയുന്നത്, ആരുമല്ല. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. ലോകത്ത് അല്ലാഹുവല്ലാത്തതൊക്കെ സൃഷ്ടികളാണല്ലോ, അല്ലാഹുവല്ലാത്തതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ലോകത്ത് സൃഷ്ടികളല്ലാത്ത, അല്ലാഹുവല്ലാത്ത, എന്നാൽ റബ്ബിന്റെ സൃഷ്ടിയല്ലാത്ത ഒന്നേയുള്ളൂ, അത് കലാമുല്ലാഹിൽ ഖുർആൻ. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അതാണ് അല്ലാഹു പറയുന്നു എന്ന് പറയും. അല്ലാഹു പറയുന്നു, അല്ലാഹു പറയാൻ കാലമില്ല, എപ്പോഴും പറച്ചിലാണ്. അല്ലാഹു പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഭൗതിക ജീവിതം വഞ്ചനയുടെ ചില ചിരക്കുകൾ മാത്രമാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിലേക്ക് ശരിയായ ബോധമെത്തും. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅൽ അമലു കുല്ലു ഇല്ലാ മിൻ സലാസ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കൾ, ആ മകൻ ദുനിയാവിൽ ഡോക്ടർ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ആ മകൻ IT പ്രൊഫഷണലായി വലിയ കമ്പനിയിൽ കയറി ലക്ഷങ്ങൾ കൂലി വാങ്ങുന്ന, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന മകനായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിലേക്ക്, ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട മകനാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മകളാവണം. അതായിരിക്കണം നമ്മുടെ പരിശ്രമം, അതായിരിക്കണം നമ്മുടെ അധ്വാനം. അതിനാണ് ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞത്. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട യഥാർത്ഥമായ ബോധത്തെക്കുറിച്ച് പറഞ്ഞത്. തവാഫ് ചെയ്യുമ്പോൾ താഴെ സംസം കിണറുണ്ട്, അവിടെ ഓർക്കുമ്പോൾ ആ ഉമ്മയെക്കുറിച്ചും ആ മകനെക്കുറിച്ചും ഓർക്കാൻ കഴിയണം. തവാഫ് കഴിഞ്ഞ് ഇബ്രാഹിം മഖാമിൽ നിസ്കരിക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ നിസ്കരിക്കുമ്പോൾ ഒന്നോർക്കാൻ കഴിയണം ആ പിതാവിനെ കുറിച്ച്, മകനെ കുറിച്ച്. അത് കഴിഞ്ഞ് സഅയിന് പോകുമ്പോൾ എന്തിനാണ് സഅയ്? ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് സഅയ്? ആരെങ്കിലും ചിന്തിച്ചിരിക്കാം, എന്തിനാണ് പണ്ട് ഹാജറ ബീവി ചെയ്ത ആ ഒരു നടത്തം ഞാൻ എന്താ നടക്കുന്നത്? അത് ചിന്തിക്കാൻ ഒരു മുഅ്മിനോട് പറഞ്ഞിട്ടില്ല. മുഅ്മിൻ അത് ചെയ്യണം. എന്തേ? അന്നാ ഉമ്മ തന്റെ മകന് വേണ്ടി നടന്നൊരു നടത്തമുണ്ടല്ലോ. അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് പടച്ച റബ്ബിനെ തവക്കുലാക്കി തന്റെ മകന് ഒരു തുള്ളി അമ്മിഞ്ഞ പോലും കൊടുക്കാൻ പാലില്ലാതെ വിഷമിച്ച ഉമ്മ, എവിടെയെങ്കിലും ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് ഒരു മലയിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് ഓടിയ പ്രിയപ്പെട്ട ഉമ്മയുടെ മനോവിചാരം നമുക്കുണ്ടാവണം. മക്കൾക്ക് വേണ്ടി മാതാവും പിതാവും ഒഴിഞ്ഞു വച്ച ജീവിതം അല്ലാഹുവിനെ തവക്കുലാക്കിയിട്ടാവണമെന്ന ചിന്ത. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പ്രതീക്ഷയുടെ ശരിയായ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ടത്, അല്ലേ? ഹജ്ജിൽ മിനായിൽ നിന്ന് ജംറയിൽ എറിയുമ്പോ തനിക്കും തന്റെ മകന്റെയും തീരുമാനത്തിന്റെ മുന്നിൽ പിശാചിന് സ്ഥാനമില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ ആ കല്ലേറുകളിൽ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നോക്കു മുഅ്മിനേ, പിശാചിന് സ്ഥാനം കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കുന്നതോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോ, നമ്മൾ അനുഭവിക്കുന്നതോ പൈശാചികമായ പലതുമാണ്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പിശാചിന് സ്ഥാനമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ, ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ നമ്മളേറിയ പങ്കും അത്തരം വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി അല്ലാഹുവിന്റെ തിരുദൂതരുടെ സദസ്സിലേക്ക് പോകുകയാ. 8 വയസ്സുള്ള മകന്റെ കൈപിടിച്ചിട്ടാണ് പോകുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ സദസ്സിൽ ഉമർ റളിയല്ലാഹുവിന്റെ തൊട്ടടുത്ത് ആ കൊച്ചുകുട്ടിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, വലിയ മഹാപണ്ഡിതനാണ്, സ്വഹാബിയാണ്, പിൽക്കാലത്ത് താബിഈങ്ങളുടെ വലിയ ഗുരുനാഥനാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ. പക്ഷേ ബാപ്പയായ ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ മുത്തുനബിയുടെ അടുത്ത് വന്നിരുന്ന അല്ലാഹുവിന്റെ തിരുദൂതരുടെ സദസ്സിൽ ഹദീസ് കേൾക്കാൻ വേണ്ടി, ദീന് പഠിക്കാൻ വേണ്ടി കൊച്ചുകുട്ടിയുമായി കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ആ സദസ്സിനെ കുറിച്ച് ഈ ഹദീസ്
റിപ്പോർട്ട് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ആ കുഞ്ഞ് അന്നത്തെ ചിന്ത, അന്നത്തെ ആ വിഷയം നമുക്ക് പിന്നീട് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോ ബാപ്പാന്റെ കൂടെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോയി. അന്ന് റസൂലുള്ളാഹിന്റെ ക്ലാസ് ഒരു വേറെ മോഡലായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു. സാധാരണ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കും, പക്ഷെ അന്ന് ക്വിസ് ആൻസർ അല്ലേ, ചോദ്യോത്തര വേളയായിരുന്നു. സ്വഹാബത്തെ, എനിക്കൊന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന മിനശ്ശജരി ശജറ, മരങ്ങളിൽ ഒരു മരമുണ്ട്, മരങ്ങളിൽ ഒരു മരമുണ്ട്. ആ മരം മുഅ്മിനിന്റെ ഉദാഹരണമാണ്. ഏതാന്ന് പറയാൻ പറ്റുമോ? ചോദ്യം വന്നു, ഉത്തരം തേടുകയാണ്. മരങ്ങളിൽ ഒരു മരമുണ്ട്, ആ മരം മുഅ്മിനിന്റെ ഉദാഹരണമാണ്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടി പറയുകയാ, എനിക്കുത്തരം ഉടനെ കടന്നു വന്നു. ഉത്തരം ഉടനെ എനിക്ക് പറയാൻ കിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞില്ല. എന്തേ? അധബോടെ ജീവിക്കുന്ന കൊച്ചുകുട്ടികൾ എടുത്തുചാടി ഉത്തരം പറയൂല. കാരണം എന്നെക്കാളും മുതിർന്ന, എൻ്റെ ബാപ്പായുടെ പ്രായമുള്ള കിബാറു സ്വഹാബത്തിരിക്കുന്ന, വലിയ പ്രായം ചെന്ന സ്വഹാബത്തിരിക്കുന്ന സദസ്സിൽ കൊച്ചുകുട്ടിയായ ഞാൻ ചോദ്യത്തിന് ഉത്തരം അറിയുമെന്ന് വെച്ച് ചാടിക്കേറി പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഉത്തരം അറിയുമെങ്കിലും ഞാൻ പറഞ്ഞില്ല. ഞാൻ എവിടെ മിണ്ടാതിരുന്നു. അവസാനം ഓരോരുത്തരായി മരത്തിന്റെ പേര് പറയാൻ തുടങ്ങി. പലരിങ്ങനെ പേര് പറഞ്ഞ് അഷ്ജാറുൽ ബവാദി, കാട്ടിലൊക്കെയുള്ള മരങ്ങൾ പറയാൻ തുടങ്ങി. ഓരോ ഐനി അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ തേക്ക്, ഓരോ പേരിങ്ങനെ പറയാൻ തുടങ്ങി. മുത്തുനബി പറഞ്ഞു, അതൊന്നല്ല ഉത്തരം. എന്നാ പിന്നെ അങ്ങ് തന്നെ പറയൂ സ്വഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനം പറഞ്ഞു, നബിയേ അങ്ങ് തന്നെ പറയൂ. അപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്, എൻ്റെ സ്വഹാബാ, ഇന്നഹാ ഹിയൻ നഖ്ല, മുഅ്മിനിന്റെ ഉദാഹരണമെന്ന് ഞാൻ പറഞ്ഞ ആ മരം നിങ്ങളുടെ വീട്ടിന്റെ ഉമ്മറത്തുള്ള ഈ തപ്പനയാണ് എൻ്റെ സ്വഹാബാ. അതായിരുന്നു മുഅ്മിനേ, ഈ തപ്പന മുഅ്മിനിന്റെ ഉദാഹരണമാ. മരുഭൂമിയിലാണ് വളരുന്നത് അല്ലേ? കഠിനമായ ചൂടേറ്റുകൊണ്ട് വെള്ളം പോലും വളരെ ദുർലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുഭൂമിയിൽ ചൂടിന്റെ പ്രവാഹത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ തപ്പനക്കാണ്. ഈ തപ്പന കുലുക്കി നോക്കിയിട്ടുണ്ടോ? കുലുങ്ങൂല. വളരെ വളരെ പ്രയാസമാണ്. കാരണം ആഴത്തിൽ വേര് പോയിട്ടുണ്ടാകും. മുഅ്മിൻ ആഴത്തിൽ വേര് പതിഞ്ഞവനായിരിക്കണം. അവന്റെ ഈമാൻ ആഴത്തിലേക്ക് വേരുറക്കണം. കാരണം എന്തേ? കാറ്റ് വരും, കോള് വരും, പ്രതിസന്ധികൾ വരും, പലതും വരും. ചുറ്റുപാടിൽ നിന്നും നാനാഭാഗത്തു നിന്നും സ്വന്തം വ്യക്തി ജീവിതത്തിൽ പൈശാചികമായ ശർറ്, കുടുംബത്തിലെ ശർറ്, അല്ലെങ്കിൽ സമൂഹത്തിലെ ശർറ്, പലതരം പിടിച്ചു വലിത്തലുകൾ, കൊളുത്തി വലിക്കലുകൾ, പലതരം ആകർഷണങ്ങൾ. ഇവിടെയൊക്കെ മുഅ്മിനിന് പിടിച്ചു നിൽക്കാൻ ഈ തപ്പനയാകണേ. ആഴത്തിൽ വേരൂന്നണേ. മാത്രമല്ല പോരാ, അതിനപ്പുറം തീഷ്ണമായ വെയിലിന്റെ ചൂട് തലയിലേറ്റുവാങ്ങി ഈ തപ്പനം തരുന്നത് മധുരമുള്ള പഴങ്ങളാണ്. മധുരമുള്ള പഴം, അത് മുഅ്മിനിനെ പറ്റൂ. തീഷ്ണതയേറിയ അനുഭവങ്ങൾക്കിടയിൽ പോലും മുഅ്മിൻ തിരിച്ചു കൊടുക്കുന്നത് മധുരമുള്ള സ്വഭാവമാണ്. അതാണ് മുഅ്മിൻ. ഇങ്ങോട്ട് അടിച്ചവനെ അങ്ങോട്ട് പ്രതികരിക്കുന്നത് മറ്റൊരടി കൊണ്ടല്ല. പ്രതികരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ട്. ഒരു കൊട്ട ഈ തപ്പഴം തലയിലേറ്റി നടക്കുന്നുണ്ട്. ആളുകൾക്കൊക്കെ അത്ഭുതം തോന്നി, എങ്ങോട്ടാണ് ഈ പോകുന്നത്? പോയി ഒരു മനുഷ്യന്റെ വീട്ടിന്റെ പടിവാതിൽക്കൽ നിന്നിട്ട് അവിടെ താഴെ ഈ തപ്പനയുടെ കൊട്ട ഇറക്കി വെച്ചിട്ട് വാതിലിൽ മുട്ടി നോക്കുമ്പോ സുബ്ഹാന ആരാണെന്നറിയോ? ഇന്നലെ വൈകുന്നേരം അങ്ങാടിയിലെ ചായമക്കാനിൽ ഇരുന്നു കൊണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങാടിയിൽ കൂടിയ തനിക്ക് താൻ പറയുന്നത് കേൾക്കാൻ കുറച്ച് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് ഹസൻ റളിയല്ലാഹുവിന്റെ അടുത്ത് എത്തിയിരുന്നു അല്ലേ? നിങ്ങളെ കുറിച്ച് ഇന്നലെ അവിടെ പറഞ്ഞിരുന്നു. അവനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മളൊക്കെ ആലോചിക്കുക. ഹസൻ ബസ്രി റളിയല്ലാഹു തന്നെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു എന്നറിഞ്ഞപ്പോ ഒരു കൊട്ട ഈ തപ്പഴം വാങ്ങിയിട്ട് ആ മനുഷ്യന്റെ മുന്നിൽ വെച്ചിട്ടൊരു കാര്യം പറഞ്ഞു, സുഹൃത്ത്
സുഹൃത്തേ എനിക്കിതേ തരാൻ പറ്റൂ, എനിക്കിതേ തരാനുള്ളൂ. ഇന്നലെ ഞാൻ അറിഞ്ഞു നീ നിന്റെ കുറച്ച് സൽക്കർമ്മങ്ങൾ എനിക്ക് കൊടുത്തയച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷമായി. പക്ഷേ സുഹൃത്തേ, നീ നിന്റെ സൽക്കർമ്മങ്ങൾ കൊടുത്തയച്ചപ്പോ നിനക്ക് എന്തെങ്കിലും തിരിച്ചു തരാൻ വേണ്ടേ? ഒന്നുമില്ലല്ലോ, ഞാനൊരു സാധുവല്ലേ, ഞാൻ അങ്ങനെ അമലൊന്നും ചെയ്യാത്ത ആളല്ലേ, അതുകൊണ്ടൊരു കൊട്ട ഈത്തപ്പഴം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ തിന്മക്ക് പ്രതിരോധം നന്മ കൊണ്ടാക്കാൻ ഒരു സത്യവിശ്വാസിക്കേ കഴിയൂ. കാരണം അവനൊരു ഈത്തപ്പന മരമാണ്. തീഷ്ണമായ വെയിലിന്റെ ചൂടേറ്റാൽ പോലും ഈത്തപ്പഴം തിരികെ കൊടുക്കുന്നത് മധുരമുള്ള പഴങ്ങളാണെന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പറയാറുണ്ട്, മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അത്തറ് കുപ്പിയാണ് അല്ലേ? അത്തറ കുപ്പി മേശപ്പുറത്ത് ഇങ്ങനെ മനോഹരമായിരിക്കുമ്പോൾ ഇടക്കിടക്ക് ആ സുറുമക്കോല് കൊണ്ട് ഇങ്ങനെ കുത്തി കയ്യിലിങ്ങനെ തേച്ച് ആ റൂമിലിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സുഗന്ധ അല്ലേ? പൊട്ടാതിരിക്കുമ്പോഴും അത്തറ കുപ്പിക്ക് നല്ല സുഗന്ധ. ഇടക്ക് കുട്ടി എന്തോ വലിച്ചപ്പോൾ അത്രങ്ങ് വീണങ്ങ് പൊട്ടി. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ റൂമിലുള്ള അത്രങ്ങ് പൊട്ടി. ഒരു മാസം അതിന് സുഗന്ധം, ഒരു മാസം റൂം മുഴുവൻ സുഗന്ധം. അത്തറ് പൊട്ടിയാലും സുഗന്ധമാണ്, പൊട്ടിയിട്ടില്ലെങ്കിലും സുഗന്ധമാ. മുഅ്മിനൊരു അത്തറാണേ, സന്തോഷത്തിലും ഖൈറാണ്, സന്താപത്തിലും ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തു, ഇന്നഹാ ഹിയൻ നഖ്ല, അതീ തപ്പനമാണ്. ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വചനത്തെ ദുനിയാവിൽ ഒരു മരത്തോടാണ് ഉപമിച്ചത്. സൂറത്ത് ഇബ്രാഹിമിൽ കാണാം, അലം തറ കൈഫ ളറബല്ലാഹു കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ. അറിയുമോ, കലിമത്തുൻ ത്വയ്യിബയായ തൗഹീദിന്റെ അമരധ്വനിയായ വചനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭൂമിയിൽ ഒരു മരത്തിനോട് ഉപമിച്ചു. ആ മരം ഈത്തപ്പനയാണ്. അല്ലാഹുവേ, ഈത്തപ്പഴമൊക്കെ ഭക്ഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് വേണ്ടുവോളം സൗകര്യമുണ്ട്. മുഅ്മിനീങ്ങളെ നമുക്ക് നൽകിയൊരു വലിയൊരു നിഅമത്താണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗങ്ങളൊക്കെ പടച്ച റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബി അത് പറഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു പടച്ചോനെ, ഈത്തപ്പനയെ കുറിച്ചായിരുന്നു മുത്തുനബി ചോദിച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. പലരും തല കുനിച്ചുപോയി. അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ ബാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ പോകുമ്പോ ബാപ്പാനെ തോണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അബീ അബീ, എന്താ മോനെ, എന്തേ? ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ ഒരു ചോദ്യം? എന്താ? ഈത്തപ്പനയെ കുറിച്ച്. അതെ ബാപ്പാ, റസൂലുള്ള ചോദിച്ച മാത്രയിൽ അതിന്റെ ഉത്തരം എനിക്കറിയുമായിരുന്നു. എന്നിട്ട് മോനെ നീ എന്തേ പറയാതിരുന്നത്? റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് എന്റെ മകൻ ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ലേ? അതറിഞ്ഞിട്ട് എന്തേ മോനെ നീ പറയാതിരുന്നത്? എന്തേ നീ പറയാതിരുന്നത്? മുഖമങ്ങ് വല്ലാതെയായി. അത് ഉപ്പാ, വലിയ സ്വഹാബത്ത്, കിബാറു സ്വഹാബ, അങ്ങയുടെ പ്രായമുള്ള സ്വഹാബത്തിരിക്കുമ്പോ അവരെ മറികടന്ന് ഞാൻ പറയുന്നതിന് എനിക്ക് ലജ്ജയായിട്ട് തോന്നി. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ അണച്ച് ചേർത്ത് പിടിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊന്നുമോനോട് പറഞ്ഞു, മോനെ, നീ എങ്ങാനും അത് പറഞ്ഞിരുന്നുവെങ്കിൽ, ലൗ ഖുൽത, നീ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ബാപ്പാക്ക് ദുനിയാവിൽ വെച്ച് എന്ത് കിട്ടുന്നതിനേക്കാളും ഞാൻ നീയാ പറഞ്ഞ മറുപടിയെ വിലമതിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വലിയവരെ ഓവർടേക്ക് ചെയ്യണ്ട, പക്ഷേ അതിന്റെ മര്യാദപൂർവം അതിന്റെ മറുപടി നിനക്ക് പറയാമായിരുന്നു മോനെ. എങ്കിൽ ഈ ബാപ്പാക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം നിന്റെ മറുപടിയായിരുന്നു മോനെ എന്ന് പൊന്നുമോനെ ചേർത്തണച്ചു പിടിച്ച് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ വിശ്വാസിനികളെ, എന്റെ ഉമ്മ ബാപ്പമാരെ, എന്റെ ഭാര്യ ഭർത്താക്കന്മാരെ, എന്റെ സഹോദരങ്ങളെ, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചവരെ, വെക്കാനിരിക്കുന്നവരെ, ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതം എന്ന ടേണിംഗ് പോയിന്റ് ഒരു വഴിത്തിരിവാണ്. ആ വഴിത്തിരിവിനെ കുറിച്ച് ശരിയായ ചിന്തയുള്ളവരെ ഈ ഹദീസ് പഠിച്ചു വെക്കണേ. നമ്മുടെ മക്കൾ വളരുന്നതിൽ സന്തോഷിക്കേണ്ടവരാണ് നമ്മൾ. എങ്കിൽ ആ വളർച്ച മോനൊരു 1000 രൂപ എന്നും കൊണ്ടുവന്ന് തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്റെ മോൻ 1000 രൂപ എന്നും കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്ന് പറയുക എന്ന് മാത്രമല്ല, മോനെ നിനക്ക് ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കലും ബാപ്പയുടെ ഡ്യൂട്ടിയാണ്. ചോദിക്കാറുണ്ടോ? വളരെ കുറഞ്ഞ ആളുകൾ.
ഈ മകൻ ഇതെവിടെ നിന്ന് കിട്ടുന്നു, ഈ പണി എവിടെ നിന്ന് ഒപ്പിക്കുന്നു? ഇന്നതിനൊരുപാട് ചാൻസുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അസാൻമാർഗികതയുടെ വഴികൾ അല്ലേ, കഞ്ചാവിന്റെയും ലഹരിയുടെയും കാരിയർമാരായി നമ്മുടെ തൊട്ടടുത്ത സ്കൂളിൽ പോലും 3 കുട്ടികളെ പുറത്താക്കിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. 9ലും 10ലും പഠിക്കുന്ന 3 കുട്ടികളെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. എന്തേ? കഞ്ചാവിന്റെ കാരിയർമാരായി, പണക്കാരായി വിലസുകയാണ്. മറ്റുള്ള കുട്ടികളേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും അതിനനുസരിച്ച് പണം വാങ്ങി ബൈക്കിൽ വിലസ് വീട്ടിലേക്ക് പൈസ എത്തിച്ചു കൊടുത്ത് അവരെങ്ങനെ വിലസുകയാണ്. ഡിസ്മിസ് ചെയ്തു. ആ ബാപ്പമാരെങ്ങാനും അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ആ ഉമ്മമാരെങ്ങാനും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നുവെങ്കിൽ. ഇല്ല. അതെങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ മുതിർന്നില്ലേ? ഇനി അവരാവട്ടെ, അവരുടെ പാടാവട്ടെ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന രൂപത്തിലേക്ക് നമ്മുടെ ചിന്ത എത്തിക്കഴിഞ്ഞു. പഠിക്കണേ. നേരത്തെ പറഞ്ഞ ഹദീസ്, മക്കൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മക്കളായാ പോരാ. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ദ്വാരന്നോളൂൻ അല്ലേ, ഉസ്താദിന് പൈസ കൊടുത്തില്ലേലും ദ്വാരപ്പിച്ചോളും, പോരാ. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷന്റെ 4 ഏജന്റുകൾ വെച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ മക്കളുടെ സ്വഭാവത്തിൽ വന്ന കാതലായ ഈ ഒരു മാറ്റത്തിന്, ഈ ഒരു ചേഞ്ചിന്, സംസ്കാരത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ നിന്ന് സംസ്കാരത്തിൽ മക്കൾ അകന്നു പോകാനുള്ള കാരണം നമ്മൾ വീട്ടിലൊരുക്കി വെച്ചു. 4 എടുത്തു നോക്ക്. ഫാമിലി, കുടുംബത്തിലെ അവസ്ഥ എന്താ? രണ്ടാമത്തത് പിയർ ഗ്രൂപ്പ്, അവരുടെ കൂട്ടുകാരുടെ അവസ്ഥ എന്താ? മൂന്നാമത്തത് സ്കൂൾ, അവൻ പഠിക്കുന്ന മത പഠനശാലകൾ അല്ലെങ്കിൽ ഭൗതിക സ്കൂളുകൾ, അവിടുത്തെ അവസ്ഥ എന്താ? നാലാമത്തത് മാസ് മീഡിയ, കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, എന്താ അതിന്റെ അവസ്ഥ? ഇത് 4ഉം ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ ശരിയായ ഇൻഫ്ലുവൻസ്, കാര്യമായ സ്വാധീനം ഉണ്ടാക്കുന്നതാണ്. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. എത്ര നേരമായി? 1:10, 1 മണിക്കൂറും 10 മിനിറ്റ് 20 മിനിറ്റുമായി. ഇപ്പം നമ്മൾ വയൽ തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടല്ല, 1 മണിക്കൂർ 20 മിനിറ്റ്, 3 സ്വലാത്ത് അല്ലേ? കുറച്ചൊക്കെ നല്ലതാണ്. ഓരോരൊക്കെ ഒരു ആവേശത്തിന് വേണ്ടി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇപ്പോൾ 10:35 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയോടുകൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ കുറച്ച് നേരം കൂടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഹദീസാണ്. എന്താണ് ഹദീസ്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കുല്ലു മൗലൂദിൻ, ഓരോ കുട്ടിയും യൂലദു അലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയിലാണ് പിറന്നു വീഴുന്നത്. ഓൻ കള്ളന്റെ മോനല്ലേ, ഓൻ കള്ളനായിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം. വേണ്ട, ഓനെ കള്ളനാക്കിയത് ഓൻ കള്ളന്റെ മകനായി പറഞ്ഞതല്ല അല്ലേ? പണ്ടൊരു കഥയിൽ കേട്ടിട്ടുണ്ട്, കള്ളന്റെ മകൻ പ്രസവിച്ചു, ഇറങ്ങി വരുമ്പോ കുട്ടിയുടെ പിന്നെ നഴ്സിന്റെ മോതിരം കാണാനില്ല. നോക്കുമ്പോൾ കുട്ടിയുടെ കയ്യിലിൻ്റെ ഉള്ളിലുണ്ട്. കള്ളന്റെ മോനല്ലേ, പിന്നെ അതേറ്റണ്ട് പോകുന്നത്. അബദ്ധത്തിൽ പറ്റിയതായിരിക്കാം, ഒരു കഥയായിരിക്കാം. പക്ഷേ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. നശിച്ച ദുർനടപ്പുകാരിയായ ഒരു പെണ്ണിന്റെ മകനാണ്. ഒരു പെണ്ണ് പ്രസവിച്ചു അല്ലേ, വ്യഭിചാരിയായ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മകനുണ്ടായി. ആ പിറവി കൊണ്ട് അവൻ പിന്നെ കുറ്റക്കാരനാകുന്നില്ല. യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നെ എന്തയാ കുട്ടി മോശമായി? മുത്തുനബി മറുപടി പറഞ്ഞു, ഫഅബവാഹു, അവന്റെ സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഫാമിലിയിലെ അവനെ സ്വാധീനിക്കുന്ന ഉമ്മയും ബാപ്പയും.
സ്വാധീനിക്കുന്നതിൽ അതിപ്രധാനമാണ് ഉമ്മയും ബാപ്പയും. ഉമ്മയാണ് ആദ്യം സ്വാധീനിക്കുന്നത്, ബാപ്പയാണ് പിന്നെ സ്വാധീനിപ്പിക്കപ്പെടുന്നത്. മുത്തുനബിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരു ഉമ്മയും ബാപ്പയും കടന്നു വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണം ഈ ഹദീസ്. മുത്തുനബിയുടെ അടുത്തൊരു ഉമ്മയും ബാപ്പയും കടന്നു വന്നു. ഒരു മകനെ പിടിച്ചിട്ടാണ് കടന്നു വരുന്നത്. 10 വയസ്സുള്ള ഒരു മകൻ. ആ മകന്റെ കൈ പിടിച്ചൊരു ബാപ്പയും ഉമ്മയും കടന്നു വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട്. ചോദിച്ചു, എന്താണ്? ബാപ്പ പറഞ്ഞു തുടങ്ങി, നബിയെ, എന്റെ മകൻ ഇത്രയും കാലം ജീവിച്ചത് അവന്റെ ഉമ്മയുടെ കൂടെയാണ്. ഞാനൊരു പുറത്തൊക്കെ പോയി അധ്വാനിച്ച് വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും കാലം അവൻ താമസിച്ചത് ഉമ്മയോടുകൂടെയാണ്. ഇപ്പോ അവൻ കുറച്ച് പ്രായമൊക്കെ എന്റെ ജോലിയിൽ എന്നെ സഹായിക്കാൻ എന്റെ മകനെ എനിക്ക് ആവശ്യമുണ്ട്. അവനെ എനിക്ക് വിട്ടുകിട്ടണം. ഞങ്ങൾക്കിടയിൽ ഒരു ധാരണപ്രകാരമുള്ള ഒരു ചർച്ച, ഒരു തർക്കം, അല്ലെ? നമ്മൾ തമ്മിൽ ഒരു ചർച്ച ചെയ്യൂലേ, ഇത് ചെയ്യണം, ഇങ്ങനെ എന്താ ചെയ്യണം. അപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അതിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് മുത്തുനബി അങ്ങയുടെ അടുത്ത് വന്നത്. എന്റെ മകൻ കുറച്ച് പ്രായമായിട്ടുണ്ട്, എന്റെ കൂടെ അവനെ ജോലി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മാതാവ് പറഞ്ഞു, നബിയെ, എനിക്കതിൽ പ്രയാസമുണ്ട് നബിയെ. എൻ്റെ മകൻ, എനിക്കാകെയുള്ളൊരു സഹായത്തിന് എൻ്റെ മകനാ. എനിക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ, എനിക്ക് വിറക് കൊണ്ടുവന്ന് തരാൻ, എനിക്ക് വീട്ടിലെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരാൻ എനിക്ക് ഇവനാ ഉള്ളൂ, വേറെ ആരും എനിക്ക് ഇല്ല നബിയെ. അതുകൊണ്ട് എനിക്കതിലൊരു വിമിഷ്ടമുണ്ട്, എനിക്കൊരു പ്രയാസമുണ്ട്. എന്ത് ചെയ്യണം? ഈ 2 പരാതിയും മുത്തുനബി കേട്ടിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ അഭിപ്രായം ചോദിച്ചത് മകനോടാണ്. മോനെ, നീ എന്തു പറയുന്നു? നീ എന്തു പറയുന്നു? നിനക്കാണ് അതിന്റെ സ്വാതന്ത്ര്യം. നീ എന്തു പറയുന്നു? നീ എന്തു പറയുന്നു? കൊച്ചുകുട്ടിയല്ലേ? ഉമ്മയെയും ബാപ്പയെയും മാറി മാറി നോക്കിയിട്ട് ഉമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാപ്പാക്ക് ഞാൻ ആരുടെ കൂടെ പോയാലും പ്രയാസമില്ല. രണ്ടുപേരും അങ്ങനെ തീരുമാനിച്ചു. ആരുടെ കൂടെ പോയാലും റസൂലുള്ളാഹിന്റെ മുന്നിൽ എടുക്കുന്ന തീരുമാനത്തിന് നമുക്ക് പരസ്പരം ഒരു മനസ്സിലൊരു ദേഷ്യം ഉണ്ടാവും. ബാപ്പാന്റെ കൂടെ പോയത് പിന്നെ ഒരു ദേഷ്യം അല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്തു തീരുമാനവും കുട്ടിക്കെടുക്കാം. ഉമ്മയുടെ കൈ പിടിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഉമ്മയുടെ കൂടെ പോയിക്കോളാം. അൽഹംദുലില്ലാഹ് ഫൻതലിഖ് ബിഹാ, ഉമ്മയുടെ കൂടെ നീ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഉമ്മയുടെ കൂടെ മകനങ്ങ് നടന്നു. ബാപ്പാക്കും സന്തോഷായി. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നെടുത്ത തീരുമാനല്ലേ. ഈ ഹദീസിനെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഏതൊരു കുഞ്ഞിന്റെയും വളർച്ചാ ഘട്ടങ്ങളിൽ ആദ്യത്തെ സ്വാധീനം, ഇൻഫ്ലുവൻസ് അവന്റെ ഉമ്മയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഉമ്മമാർ മക്കളെ വളർത്തുന്നതിൽ കാര്യമായ ശ്രദ്ധയുണ്ടാവണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീൻ ആദ്യം പറഞ്ഞു, അൽ ഉമ്മു മദ്റസ, ഉമ്മയാണ് മതപാഠശാല. ഉമ്മയാണ്. കഴിഞ്ഞ ദിവസം ഓർമ്മ, ഒരു വർഷം മുമ്പ് ഒരു കംപ്ലൈന്റുമായി വന്നത് ഒരു ഉസ്താദ് പങ്കുവെച്ചത് ഓർക്കുന്നു. സ്കൂളിൽ ഇല്ലേ, രണ്ടും കൂടി പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ രക്ഷിതാക്കളുടെ പാരന്റ്സ് മീറ്റിംഗിൽ വന്ന് പിന്നെ ഒരു മാതാവ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു പരാതി പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചതാ, വീട്ടിൽ അവനൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ 2 ദിവസം മുമ്പ് നടന്നൊരു പ്രശ്നം ഉമ്മ ഉസ്താദിന്റെ മുന്നിൽ വെച്ചു. ഒന്നും പറയണ്ട, 2 ദിവസം മുമ്പ് അവൻ എന്നെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, ഒന്നും ചൂടാവുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ അടിക്കാൻ അവൻ കൈ ഓങ്ങിയിട്ടുണ്ട്. മോനിങ്ങനെ തലയാത്തി നിന്നു. ശരിയാണോടാ പറഞ്ഞത്? നീ ഉമ്മാനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയോ? അപ്പം പതുക്കെ തല പൊന്തിച്ച്. അത് പിന്നെ ഉസ്താദെ, മിനിഞ്ഞാന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ചു നേരം കളി ഉണ്ടായിരുന്നു. ഞാൻ TV ഓൺ ചെയ്തു, കളി കണ്ടുകൊണ്ടിരിക്കെ, എനിക്കിഷ്ടപ്പെട്ട ടീമിന്റെ കളിയായിരുന്നു. കളി കണ്ടുകൊണ്ടിരിക്കെ ഉമ്മ റിമോട്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. ആ നശിച്ച സീരിയൽ എനിക്കാണിത് കണ്ടുകൂടാ. ഇതിങ്ങനെ കരഞ്ഞു കുത്തിരിക്കുന്ന കുറെ ആളുകൾക്ക് അത് കണ്ടുകൂടാ. ഞാനത് കാണാറേ ഇല്ല. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇത് 2 വർഷമായാലും പ്രസവിക്കാതെ അങ്ങനെ നടക്കും. 2 വർഷമായിട്ടായാലും പ്രസവിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ? എപ്പിസോഡ് തീരണ്ടേ, അല്ലേ? എപ്പിസോഡ് തീരണ്ടേ. ഖിയാമത്ത് നാളായാലും ഒരുപക്ഷെ സീരിയൽ അവസാനിച്ചോളുന്നില്ല, ഉണ്ടാവും അല്ലേ? പണ്ടൊരു വലിയ പണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്ന മകൻ വന്നപ്പോൾ ലഡു കൊടുക്കണ്. എന്താ ഉമ്മ? ഓള് പ്രസവിച്ചു. ആര്? മറ്റേ സീരിയലെ പെണ്ണില്ലേ, 2 വർഷമായി ഓൾ അങ്ങനെ നടക്കുകയായിരുന്നു, ഓൾ പ്രസവിച്ചു. ഉമ്മ മനസ്സിലാക്കിയത് കാര്യത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇവൻ പറയുകയാണ്, ഉമ്മ സീരിയൽ ഇട്ടു, ഞാൻ ഉമ്മണെന്ന് ചാടി പിടിച്ചു റിമോട്ട് വാങ്ങി ഞാൻ കളിയിട്ടു. ഉമ്മ വീണ്ടും ചാടി പിടിച്ചു റിമോട്ട് വാങ്ങി സീരിയൽ ഇട്ടു. ഞങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമായി. അവസാനം ഉമ്മ റിമോട്ട് ഇട്ട് പുറത്തേക്ക് അങ്ങനെ സീരിയൽ ഇട്ട് റിമോട്ട് അങ്ങ് വലിച്ച് റാക്കിന്റെ മുകളിലേക്ക് ഇട്ടു. എനിക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിലായി. അപ്പോഴാണ് ഞാൻ കൈയോങ്ങിയത്. ആരെയാ പറയേണ്ടത്? നഊദുബില്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇതാണ് വീട്ടിന്റെ ഉള്ളിലെ സാഹചര്യങ്ങൾ. ഇതല്ലെങ്കിൽ ഇതുപോലെ, ഇതൊരു നടന്ന സംഭവമാണ്.
ഒരു വീട്ടിൽ നടന്നൊരു ഉസ്താദ് എന്നോട് പങ്കുവെച്ചൊരു വിഷയമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഹദീസിനെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ കാര്യമായ സ്വാധീനം ഉമ്മമാർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. കാരണം അൽ ഉമ്മു മദ്രസ, ആദ്യത്തെ മതപാഠശാല ഉമ്മയാണ്. 5 വയസ്സുള്ള മകനുമായിട്ട് ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, അല്ലേ? നമുക്കൊക്കെ കുട്ടിക്ക് 5 വയസ്സാവുമ്പോൾ നമ്മൾ പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ലേറ്റും കിതാബ് അല്ലെങ്കിൽ ബുക്കും പേനയിട്ട് അലിഫുബാവ് എഴുതി കൊടുക്കണം, അല്ലേ? അലിഫുബാവ് എഴുതി കൊടുക്കും, ബിസ്മില്ലാഹിർ ഉസ്താദ് കൈ പിടിച്ച് ഇങ്ങനെ ബിസ്മി എഴുതി കൊടുത്ത് അലിഫുബാവൊക്കെ എഴുതി കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം ഉണ്ടോ? അള്ളാഹു അതൊക്കെ നല്ല പരിപാടിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നിരുന്നത്, അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് എൻ്റെ കുട്ടിക്ക് 5 വയസ്സായിട്ടുണ്ട്, അവനെ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് ചേർക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഉസ്താദ് അത് തുടങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കുട്ടിയെയും പിതാവിനെയും മാറി മാറി നോക്കിയിട്ട് ഉസ്താദ് ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങൾ 5.5 വർഷം വൈകിയിരിക്കുന്നു. പിതാവ് അത്ഭുതപ്പെട്ടു പോയി, എന്റെ കുട്ടിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ 5.5 വർഷം വൈകലെങ്ങനെ? അപ്പോഴാണ് ആ മഹാപണ്ഡിതൻ പറഞ്ഞു കൊടുത്തത്, ഒരു കുഞ്ഞിന്റെ ജീവിതം അതാരംഭിക്കുന്നത് ഭൂമുഖത്തേക്ക് വന്ന സമയം മുതൽക്ക് മാത്രല്ല, അതിന്റെ മുന്നേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസമായ ആ നിമിഷം മലക്കിനെ വിട്ട് റൂഹിനെ നിക്ഷേപിക്കപ്പെടുമ്പോൾ ചലനം തുടങ്ങുകയാണ്. പിന്നെ ഉമ്മയെ അവൻ ശ്രദ്ധിക്കുകയാണ്. അവൻ അറിയുന്ന ആദ്യത്തത് അവന്റെ ഉമ്മയെയാണ്. ആദ്യം അവൻ അറിയുന്നവന്റെ ഉമ്മയാണ്. ഉമ്മയുടെ ചലനങ്ങൾ ഈ കുഞ്ഞ് അറിയുന്നുണ്ട്. ഉമ്മ ഓതുന്നത്, ഉമ്മ കാണുന്നത്. അതുകൊണ്ടാ പറയുന്നത്, ഈ ഗർഭിണികളായ സ്ത്രീകൾ കാണുന്നത് നല്ലതായിരിക്കണം. ഗർഭിണികളായ സ്ത്രീകൾ അറിയുന്നതും പറയുന്നതും അവരുടെ മനസ്സുപോലും നന്മയായിരിക്കും. ഇതൊക്കെ കുട്ടിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. കാരണം അത്രയും കാലം അടുത്ത ഇനി പുറത്തേക്ക് വരുന്ന ഘട്ടങ്ങളോളം ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയുടെ ഇരുട്ടറക്കുള്ളിൽ ഈ കുഞ്ഞിലേക്ക് പോഷകാഹാരം നൽകപ്പെടുന്നത്, ഉമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരൊറ്റ വയറിലൂടെയാണ്. അംബിലിക്കൽ കോഡ്, നമ്മളതിന് ഹബ്ലുസുറ, പൊക്കിൽ കുടി എന്ന് പറയും. ആ ഒരൊറ്റ വയറിലൂടെയാണ് കുട്ടിയിലേക്ക് അത് നൽകപ്പെടുന്നത്. പുറത്തേക്ക് വന്ന ഉടനെ ആദ്യം മുറിച്ചു മാറ്റപ്പെടുന്നതും അതേ പൊക്കിൽ കുടിയാണ്. അതേ പൊക്കിൽ കുടി, ആ മുറിയാണ്. ഒരു മനുഷ്യൻ എത്ര ഓപ്പറേഷൻ ചെയ്താലും മായ്ക്കപ്പെടാത്തൊരു മുദ്രയുണ്ടെങ്കിൽ ഉമ്മയെയും അവനെയും ബന്ധിപ്പിക്കുന്ന പൊക്കിൽ കുഴിയാണ്. നിന്റെ ഉമ്മയെ നിനക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിന്റെ ഉമ്മയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒന്ന് കുപ്പായം ബന്ധിച്ച് പൊക്കിൽ കുഴിയിലേക്കൊന്നു നോക്ക്, നിനക്കുമ്മയോട് നിനക്കുള്ള ബന്ധം തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയേ, ഞാൻ ആദ്യം കടപ്പാട് ഗുണം ചെയ്യേണ്ടത് ആരോടാണ്? ഉമ്മുക്ക, ഉമ്മയോട്, നിന്റെ ഉമ്മയോട്. നബിയെ നെക്സ്റ്റ്, പിന്നെ ആരോടാ? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. നബിയെ നെക്സ്റ്റ്, പിന്നെ ആര്? അടുത്ത ആളെ ചോദിച്ചത്, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. പിന്നെ ആരാണ് നബിയെ? അബൂക്ക, നിന്റെ വാപ്പയോട്. ഇത് വാപ്പാന്റെ സ്ഥാനം കുറച്ചതല്ല, പക്ഷേ സ്ഥാനത്തിന്റെയും മഹത്വത്തിന്റെയും ബന്ധം. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വെച്ച് പറയാൻ പറ്റും, ഇങ്ങോട്ട് കടപ്പാടുണ്ടെങ്കിൽ അങ്ങോട്ടും കടപ്പാടുണ്ട്, ഇല്ലേ? 3 വട്ടം ഉമ്മാക്ക് ബന്ധമുണ്ടെങ്കിൽ ആ 3 വട്ടം ഉമ്മയാണ് കുട്ടിയെ ബാപ്പയെക്കാളും ശ്രദ്ധിക്കേണ്ടത്. ഉമ്മയുടെ കാര്യമായിട്ടുള്ള ശ്രദ്ധ അവന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്ന് നമ്മുടെയൊക്കെ ജീവിതം വെച്ച് പറയാൻ പറ്റും. ഇന്ത്യ കണ്ട 2 മഹാപുരുഷന്മാരുണ്ട്. നമ്മളൊക്കെ അഭിമാനത്തോടെ പറയുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കുഞ്ചിരോമം വിറപ്പിച്ച ആ കന്മതിലുകൾ പോലും വിറച്ചുപോയ വലിയ സ്വരത്തിന്റെ ഉടമയായ ഗജകേസരി മൗലാന മുഹമ്മദ് അലി അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നുകിൽ എനിക്ക് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ എനിക്ക് 6 മണ്ണ് ഇവിടെ കിട്ടണം, ഞാൻ അത് കിട്ടാതെ പോകുകയില്ലെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി, അവരുടെ സഹോദരനായ മൗലാന ഷൗക്കത്ത് അലി, 8ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠം പഠിച്ച മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും എങ്ങനെ വളർന്നു? ഉമ്മയുടെ ശിക്ഷണത്തിലാണ് അവർ വളർന്നത്. ഒരു അത്ഭുതം കൂടിയുണ്ട്, അവരുടെ ബാപ്പ വലിയ സമ്പന്നനായിരുന്നു, അത്രേ, നല്ല ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷേ നോക്കൂ, അറിയേണ്ട ഒരു കാര്യം നോക്കൂ, നല്ല ബിസിനസ്മാനും സമ്പന്നനും ആയിട്ട് ബാപ്പായുടെ മുതലിൽ നിന്ന് ഈ കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിരുന്നില്ല ഉമ്മ. എന്തേ? ആ ഉമ്മക്ക് മനസ്സിലായി, ചങ്ങായിന്റെ ബിസിനസ്സിൽ കുറച്ച് ഹറാം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് അതെന്റെ മക്കൾക്ക് കൊടുത്താ ഗുണം ചെയ്യൂല. നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്,
എന്നിട്ട് ആ ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? സ്വന്തമായി തന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് അതിൽ കിട്ടിയ വേതനം കൊണ്ട് മക്കൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്ത് ആ മക്കളെ പോറ്റി വളർത്തി ഹാഫ്ലിങ്ങളാക്കി പണ്ഡിതന്മാരാക്കി വളർത്ത ലോകം മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും കുറിച്ച് പറയുമ്പോ അവരുടെ ഉമ്മയെ മറക്കൂല. എന്തേ? അൽ ഉമ്മു മദ്രസ, ഉമ്മയാണു മതപാഠശാല. ഉമ്മ കുട്ടികൾ പഠിക്കുന്ന തിയറികളെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ജീവിതമാണ് അവരുടെ ജീവിതം. അതിനേക്കാൾ വലിയ ധർമ്മമാണ് സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ. ഈ സദസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ കണ്ണുനീരോടെ എനിക്ക് ഓർക്കാനുള്ളതും എന്റെ മാതാവിനെ തന്നെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നുറങ്ങിയാലും ഒരുപക്ഷേ വാതിൽക്കൽ എന്നെയും കാത്തു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാവാണ്. എന്തേ? അൽ ഉമ്മു മദ്രസ, അൽ ഉമ്മു മദ്രസ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ആ കാതലായ മാറ്റത്തിലേക്ക് നമ്മുടെ വരുന്ന ഈ തലമുറയിലെ നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ മാറിയാൽ ഈ സമൂഹത്തിന്റെ പ്രവർത്തനത്തിന് കാര്യമായ മാറ്റമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് അലൽ ഫിത്ര, ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. പിന്നെ മാറുന്നതാരാ? ഫാബവാഹു, ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ, യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു. SSLCക്ക് ഫുൾ മാർക്ക് ലഭിച്ച കുട്ടിക്ക് SSLCയുടെ വിജയത്തിന്റെ വിഭവമായി സമ്മാനമായി വാങ്ങിച്ചു കൊടുത്തതാ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. പ്ലസ് ടുവിന്റെ പരീക്ഷയിലും അവൾ ഫുൾ മാർക്കോടെ പാസ്സാകുമെന്ന് ധരിച്ച ഉമ്മാക്ക് തെറ്റി. പ്ലസ് ടുവിന്റെ പരീക്ഷ നടക്കുന്നതിന്റെ മുമ്പ് കലാലയ ജീവിതത്തിന്റെ അവസാനത്തെ ലാപ്പിൽ ആ കുഞ്ഞോടിപ്പോയി മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ. എന്തേ? സൗകര്യം ആര് ചെയ്തു കൊടുത്തു? ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ആ ഹദീസിൽ പറഞ്ഞത് ഇസ്ലാമിക പ്രകൃതിയിൽ ജനിച്ച കുട്ടിയെ യഹൂദിയാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്, മജൂസിയാക്കുന്നത് മാതാപിതാക്കളാണ്. ലോകത്ത് അറിയപ്പെട്ട സൈക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ എറിക് ബേൺ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒന്നാണ്. Every child born to be a prince or princess, but their parent makes them frogs. ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് ഒരു രാജകുമാരനോ രാജകുമാരിയോ ആകാൻ വേണ്ടിയിട്ടാണ്. ഓരോ കുഞ്ഞും. But their parents make them frogs. അവരുടെ മാതാപിതാക്കൾ അവരെ തവളകളാക്കി മാറ്റുകയാണ്. നഊദുബില്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മുത്തുനബിയുടെ വാക്ക് എത്ര പ്രശംസനീയം. ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ് ബഹുമാനപ്പെട്ട. നമ്മളൊക്കെ സൈക്കോളജി പഠിക്കുമ്പോൾ, സോഷ്യോളജി പഠിക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്ന ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അവരൊക്കെ ജീവിതം എന്തോ ആവട്ടെ, പക്ഷെ പറഞ്ഞ വാക്കുകൾ കാര്യമാത്ര പ്രസക്തമാണ്. പറഞ്ഞൊരു വാക്ക് ഈ സദസ്സിൽ അഭികാമ്യമാണ്. ദ പേഴ്സണാലിറ്റി ഓഫ് എ ചൈൽഡ് മോൾഡ് ഇൻ 6 years. ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് 6 വയസ്സിന്റെ ഉള്ളിലാണ്. 6 വയസ്സിന്റെ ഉള്ളിലാണ്. എന്തേ? 6 വയസ്സിന്റെ പ്രായം എങ്ങനെ പഠിപ്പിക്കണമെന്ന് നേരത്തെ തന്റെ കൊച്ചുമോനെ അണച്ചു ചേർത്ത് പിടിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് 6 വയസ്സിന്റെ ഉള്ളിൽ കുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെടൽ, എങ്ങനെയാണ് കുട്ടിയുമായിട്ടുള്ള പെരുമാറ്റം, എങ്ങനെ? 3 ഘട്ടങ്ങൾ, മക്കളുടെ ഘട്ടങ്ങളിൽ 3 രൂപത്തിലുള്ള പെരുമാറ്റം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ലാഇബൂഹും സബ്ആ, കുട്ടികളുമായി 7 വയസ്സുവരെ കളിച്ചിരി തമാശകളിലൂടെ ജീവിക്കണം. അഥവാ കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞിട്ട്, നല്ല നല്ല ഗുണപാഠ കഥകൾ പറഞ്ഞിട്ട് അവരുടെ കളികൾക്ക് ചിരികൾക്ക് കൂടി കൊടുത്തിട്ട് അവർക്ക് നല്ല കാര്യങ്ങളിലൂടെ കളിച്ചു ചിരിച്ച് അവരിലേക്ക് എത്തിപ്പെടാൻ കഴിയണം. ഒരു പക്ഷേ വികൃതി കാണിച്ചേക്കാം, ഒരു പക്ഷേ അവർ കുരുത്തക്കേട് കാണിച്ചേക്കാം, നമ്മുടെ ഭാഷയിൽ ഒരു പക്ഷെ അവർ വാശി പിടിച്ചേക്കാം. നമ്മുടെ 7 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ മടലും കൊള്ളെടുത്ത് അടിക്കുക അല്ലേ? ഈ കുട്ടികളെ അടിക്കുക അല്ലേ? അടിച്ചടിച്ച് ഒരു പരുവത്തിലാക്കും ഈ കുട്ടികളെ. 4 വയസ്സുള്ള കുട്ടി വികൃതി കാട്ടിയ അടിയോടടി. 7 വയസ്സ് വരെ ഉമ്മാന്റെ അടുത്തൊന്നും എടുക്കും പോലല്ലോ.
അല്ലേ? വീട്ടിൽ നിന്ന് എടുക്കും പോകൂല. എന്നാൽ കുട്ടികളെ അടിക്കേണ്ടത് എവിടെയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, അഥവാ രണ്ടാമത്തെ ഘട്ടം പറഞ്ഞത് അദ്ദിബൂഹും സബ്ആ, ശിക്ഷണത്തിന്റെ രൂപം. കുട്ടിയെ അടിക്കുന്നെങ്കിൽ അത് അവരോട് ദേഷ്യം കൊണ്ടല്ല, ശിക്ഷണം അവരെ പഠിപ്പിക്കണം. അതെപ്പോ 7 വയസ്സ് കഴിഞ്ഞ് 14 വയസ്സ് വരെ. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങളുടെ മക്കളെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിങ്ങൾ അദബ് ശരിയായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡിസിപ്ലിൻ ശരിയായി ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ബലിൽ യതീമു യതീമുൽ ഇൽമി വൽ അദബി, യതീമായി കുട്ടിയാകുന്നത് ബാപ്പയും ഉപ്പയും അല്ലെങ്കിൽ മറ്റുള്ളവരും മരണപ്പെടുന്നത് കൊണ്ടല്ല, അദബും മര്യാദയും ഇൽമും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ അദബും മര്യാദയും കുട്ടിയുടെ ഹൃദയത്തിലേക്ക് എത്തേണ്ട സമയം 7 to 14, കൗമാരപ്രായം, ടീനേജ് എന്ന് പറയുന്ന അഡോളസന്റ് പീരീഡ് അല്ലേ? വികാര വിക്ഷുബ്ധതയുടെ സമയമായ കുട്ടിയുടെ മനസ്സിൽ ശാരീരിക മാറ്റവും മറ്റു സ്വാഭാവികമായ സ്വഭാവത്തിന്റെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ടീനേജ്, കൗമാരപ്രായം എന്ന് പറയുന്ന ആ സമയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ മുമ്പ് 7 to 14, 14 വയസ്സുവരെ കുട്ടികൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ മര്യാദ കേട് കാണിച്ചാൽ അടി വരേണ്ട. 7 വയസ്സിന്റെ മുന്നിലല്ല. അല്ല അല്ല അല്ല. പിന്നെയോ 14 മുതൽ എന്തു വേണം? ആ കുട്ടി നമ്മുടെ ഇടയിലേക്ക് നമുക്കൊരു ചിന്തയുണ്ടാകും. ഖിയാമത്തിന്റെ ലക്ഷണം എണ്ണിയെടുത്ത് ഹബീബായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്തിന്റെ ലക്ഷണത്തിൽ കാണാം, അദ്നാ സ്വദീഖഹു അഖഅബാഹു, അദ്നാ സ്വദീഖഹു, ബാപ്പാനെയും ഉമ്മയെയും മാറ്റിയകറ്റുന്നു. അഖഅബാഹു അദ്നാ സ്വദീഖഹു, സുഹൃത്തുക്കളെ അടുപ്പിക്കുന്നു. സുഹൃത്തുക്കളെ അടുപ്പിക്കുന്നു അല്ലേ? ഇതന്നല്ലേ ഫേസ്ബുക്കും, ഇതന്നല്ലേ വാട്സപ്പും അല്ലേ? ഇതിലേക്ക് തലകുനിച്ചിരുന്ന് മോനെ ചോറായിട്ടുണ്ട്, എവിടെ വരണ്? ഓൻ അതിന്റെ മുന്നിലായിരിക്കും. മോളെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, എവിടെ വരൺ? അവൻ സുഹൃത്തുക്കളോടുള്ള ചാറ്റിങ്ങിലായിരിക്കും അല്ലേ? അതൊരു പരിഗണനയും കൊടുക്കൂല. അതുകൊണ്ട് തന്നെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള 7 വർഷം അതൊരു ക്രൂഷ്യൽ ടൈമാണ്, നിർണായക സമയമാണ്. മക്കളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യുവത്വത്തിന്റെ പ്രസരിപ്പിലേക്ക് കടക്കുന്ന സമയം, കൗമാരത്തിന്റെ വികാര വിക്ഷുബ്ധമായ സമയം, മനസ്സൊരുപാട് വിഷയങ്ങളുമായി ഏറ്റുമുട്ടി പഠിക്കുന്ന കോളേജുകളും സ്കൂളുകളെയും കാണുന്നതിനോടും മറ്റു പലതിനോടും താല്പര്യവും രാഗവും അനുരാഗവും തോന്നുന്ന നിമിഷം മാതാപിതാക്കൾ വർത്തിക്കേണ്ട റോള് പഠിപ്പിച്ചിട്ടുണ്ട്. സാഹിബൂഹും സബ്ആ, 7 വയസ്സ് പിന്നെയുള്ള 21 വയസ്സുള്ള കുട്ടികളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാര് ഉമ്മയും ബാപ്പയും ആയിരിക്കണം. നമുക്കതിന് പറ്റുമോ? അടുത്ത കൂട്ടുകാരൻ തന്നെ ഇന്റിമേറ്റ് ഫ്രണ്ട്. എൻ്റെ കുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഞാനായിരിക്കണം. ഇതാരാ പഠിപ്പിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ശിക്ഷണത്തിന്റെ രീതിയിൽ കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിടിവിട്ടു പോകും. നമ്മളത് കണ്ടുവല്ലോ അല്ലേ? നമ്മളത് കണ്ടു അല്ലേ? ഒരു കോളേജിന്റെ, ഒരു സ്കൂളിന്റെ പഠനത്തിന്റെ അവസാനത്തെ സമയം അല്ലേ? ഒരു വർഷത്തെ പഠനത്തിന്റെ കാര്യമായ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ണീരോടെ ഇറങ്ങി വരേണ്ട ആ നിമിഷം ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ആഘോഷിക്കുകയാണ്. ആനയുടെ കൂടെ നൃത്തമാടിയിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തൊരാരും ഉണ്ടാവില്ല അല്ലേ? സെന്റ് ഓഫിന് ആഘോഷിക്കുക ആര്? മക്കനയിട്ട തരുണീമണികൾ. മക്കളെ, പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉണ്ട്, എല്ലാ വകഭേദോതിലുണ്ട്. എന്നിട്ട് ആടുകയാണ്. എവിടേക്കാണ് ഈ പോക്ക്? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഇടക്കിടക്ക് ഇത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു സമൂഹത്തിന്റെ ജീർണതയുടെ, ദുരന്തത്തിന്റെ പര്യായമാണ് ഈ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തുടക്കത്തിലേക്ക് ഒന്നുകൂടി കണ്ണോടിക്കട്ടെ. ഇന്നത്തെ സ്കൂളിന്റെയും കോളേജിന്റെയും പരിസരങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും ഒരു സത്യവിശ്വാസിയായ നമ്മുടെ മകൻക്കോ മകൾക്കോ ശരിയായ ഈമാനോടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ല. മൊബൈൽ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാലും എളുപ്പത്തിൽ ഒളിപ്പിച്ച് സ്കൂളിലേക്ക്, കോളേജിലേക്ക് മൊബൈൽ കൊണ്ടുവന്ന് വേണ്ടതും വേണ്ടാത്തതൊക്കെ കാണിച്ചു കൊടുത്ത് സ്വഭാവത്തിന് കാര്യമായ വൃത്തി
വൃത്തികേടും വൈകൃതവും കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ യഥാർത്ഥ മുഅ്മിനായി വളർത്താൻ നന്നേ പാടുപെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എ പാരന്റ് ഈസ് എ റോൾ മോഡൽ. അല്ലാഹുവിനെ ഭയപ്പെട്ട് പടച്ച റബ്ബിനെ സൂക്ഷിച്ച് നല്ലവണ്ണം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന ദുആ ഇവിടെ ഉസ്താദ് പറഞ്ഞിരുന്നു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇത് ആഖിറത്തിലേക്കുള്ള ദുആയാണ്. പടച്ചോനെ എൻ്റെ ഇണയെ, എൻ്റെ തുണയെ, എൻ്റെ മക്കളെ ഖുർറത അയുൻ, കണ്ണിന്റെ കുളിർമ, ആങ്കോം കി ടണ്ടക് ആക്കി തരണേ അല്ലാഹ്. കണ്ണിന് കുളിർമ, മക്കള് കണ്ണിന് കുളിർമ. നേരത്തെ പറഞ്ഞതുപോലെ വൻ സാലറി വാങ്ങുമ്പോഴല്ല കണ്ണിന് കുളിർമ. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ അടുത്തുള്ള ഒരു മനോരോഗ ആശുപത്രിയിൽ സമ്പന്നരായ ഒരു മാതാവും ഒരു പിതാവും അഡ്മിറ്റിലാണ്. സമ്പന്നരാണ്. അഡ്മിറ്റായി കാര്യമന്വേഷിച്ച് നോക്കുമ്പോൾ 3 മക്കളുണ്ട്. 2 ആൺകുട്ടികൾ, 1 പെൺകുട്ടികൾ. 3 പേരും വലിയ റാങ്കിൽ, വലിയ ഉന്നത ഉദ്യോഗത്തിലാണ്. 3 പേരും ഗൾഫിലാണ്. ബാപ്പാക്കൊരു അസുഖം വന്നു. കുറച്ചു കാലമൊക്കെ മക്കളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വെച്ച് ആശുപത്രിയിൽ അവരെന്നെ പോയി നിൽക്കും. ആരും സഹായമില്ലാതെ കുറെ. പിന്നെ രോഗം കൂടി വന്നു. ഒരാളുടെ സഹായമില്ലാതെ ഒരു കാര്യം നടക്കൂല. ഉമ്മാക്കൊരു പരിധിയുണ്ട്. മൂത്തോനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ചെറിയോനെ വിളിച്ചോളി. ചെറിയോനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, കാക്ക എന്താ പറഞ്ഞു? കാക്ക എങ്ങനെ? എന്നാൽ ഞാൻ എനിക്കും അതന്നെ ഉമ്മാക്ക് ചെറിയൊരു പ്രയാസം, നിങ്ങൾ ഓളെ വിളിച്ചോളി. ഓൾക്ക് വിളിച്ചപ്പോൾ ആളി എനിക്കിപ്പോൾ കുറച്ച് തിരക്കുള്ള സമയമാണ്, വരാൻ പറ്റൂല. ചുരുക്കി പറഞ്ഞ ആരും കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഹിസ്റ്ററി, അവരുടെ പൂർവ്വകാല സമയം, ഈ മക്കൾക്ക് വേണ്ടി ഒടിഞ്ഞു വെച്ച ആയുസിനെ കുറിച്ച് അവരിങ്ങനെ ചിന്തിച്ചു. അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, അവർക്ക് വേണ്ടി കൊടുത്ത്, അവർക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഉന്നതങ്ങളിൽ എത്തിയപ്പോ ഒരു 5 പൈസയുടെ ഗുണം പോലും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്ന് കണ്ടപ്പോ ആ പിതാവിന്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിലേക്ക് എത്തി. ആദ്യം ആ വിഷമം പങ്കുവച്ചത് മാതാവാണ്. ഉമ്മയുടെ അസുഖം കണ്ടിട്ട് ആ പിതാവിന് അസുഖമായി നാട്ടുകാർ കൊണ്ടുപോയതാണ് മനോരോഗ ആശുപത്രിയിൽ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടാകും. കണ്ണിന് കുളിർമ എന്ന് പറയുന്നത് ഹൈ സാലറി വാങ്ങലല്ല, നല്ല സമ്പത്ത് സമ്പാദിക്കലല്ല. കണ്ണിന് കുളിർമ തന്റെ മകൻ, തന്റെ മകൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരും തനിക്ക് ഗുണം ചെയ്യുന്നവരുമായിരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, അനിഷ്കുർലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. ആലോചിച്ച് ഞാൻ നിർത്തുകയാണ്. അനിഷ്കുർലി, അല്ലാഹു പറയുന്നു, അനിഷ്കുർലി, എനിക്കു നന്ദി ചെയ്യണേ, എനിക്കു നന്ദി ചെയ്യണേ. വലിവാലിദൈക, നിന്റെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യണേ. അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ടതിന്റെ തൊട്ടുടനെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യാൻ പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പിന്നെ പറഞ്ഞത് ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം കേട്ടോ. ഇത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഇത് തിരിച്ചറിയാൻ മക്കൾക്ക് കഴിയണം. തന്റെ മാതാവിനോടും പിതാവിനോടും ചെയ്യുന്ന ഈ നന്ദിയിൽ എന്റെ പടച്ച റബ്ബിനെ അറിയലും അവനോടുള്ള ആരാധനയും ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ആധുനിക മക്കൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു അവനിലേക്കുള്ള മടക്കം നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സൂറത്തുൽ ഫുർഖാൻ പിന്നെ പഠിപ്പിച്ചത് വജഅൽനാ, അല്ലാഹുവേ ഞങ്ങളെ നീ ആക്കി തരണേ അല്ലാ. ആർക്കാത് ദ്വാരക്കാളത്? ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആൺകുട്ടിക്ക്, പെൺകുട്ടിക്ക്, കാലെടുത്ത് വെക്കാനിരിക്കുന്നവർക്ക്, മക്കളുള്ളവർക്ക്, ഇല്ലാത്തവർക്ക്, എല്ലാവർക്കും ആപ്റ്റായ ദുആയാണ് വജഅൽനാ, ഞങ്ങൾ നീ ആക്കി തരണേ അല്ലാ, ലിൽ മുത്തഖീന ഇമാമാ, നിന്നെ ഭയപ്പെടുന്നവർക്ക് ഇമാമാക്കി തരണേ അല്ലാ. ആരാണ് നിന്നെ മക്കള്, അവർക്ക് ഇമാമ് ഞങ്ങള്. അഥവാ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള ദുആയല്ല. എ പാരന്റ് ഈസ് എ റോൾ മോഡൽ. മക്കൾക്ക് മാതൃകാ യോഗ്യരായ ഉത്തരവാദിത്ത ബോധമുള്ള ഉമ്മയും ബാപ്പയും ആകാനുള്ള ദുആയാണ് സൂറത്തുൽ ഫുർഖാൻ നമുക്ക് പഠിപ്പിച്ചെന്ന്. അല്ലാഹു അതൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമയം വഴുകി, നമ്മൾ പറഞ്ഞതിന്റെ സമയത്തിലേക്ക് അടുത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽഹംദുലില്ലാ 2 ദിവസമായി നമ്മൾ ഇവിടെ ഇരുന്നതും നമ്മൾ പങ്കെടുത്തതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്നതാക്കി തരുമാറാകട്ടെ. ഒരു ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇലാ ഹദ്റത്തി നബിയിന വഹബീബിന വമുൻജീന വഹാദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റാത്തി ജമീഇ അഹ്ലിൽ ഖൈരി അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അല്ലാഹു മജ്‌ലിസുന്നൂറിൻ്റെ സദസ്സിന് വേണ്ടി സഹായിക്കുന്ന എല്ലാ ആളുകളും ഓരോ വീട്ടിൽ വെച്ചിട്ടാണ് ഇവിടെ നടത്താറല്ലേ അൽഹംദുലില്ലാഹ് അല്ലാഹു ആ വീട്ടുകാർക്കും അയലുകാർക്കും നാട്ടുകാർക്കൊക്കെ രണ്ട് വീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യട്ടെ ഈ നാട്ടിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ മുസീബത്തിനെയും തട്ടി അകറ്റുമാറാകട്ടെ എല്ലാ ശർറിൽ നിന്നും അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ ഈ സമൂഹത്തിന് അല്ലാഹു ഐക്യവും ഉന്നതിയും നല്ല വിജയവും പടച്ചറബ് നൽകുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى تحب وترضى اللهم رحمتك نرجو فلا تكلنا إلى أنفسنا طرفة عين وأصلح لنا شؤوننا كلها كما أصلحت شؤون عبادك الصالحين اللهم فارج الهم كاشف الغم مجيب دعوات المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمنا فارحمنا برحمة تغنينا بها عن رحمة من سواك برحمتك وما أرسلناك إلا رحمة للعالمين اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات أرحم الراحمين يا راج سيدا يا ملك الجبار يا تنبراني رحمانا يا رازقا يا خالقا يا الله സാധുക്കളായ നിന്റെ അടിമകളായ ഞങ്ങൾ പുണ്യമാക്കപ്പെട്ട ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടി അല്ലാഹുവേ ആദരണീയരായ ഞങ്ങളുടെ ശൈഖുന ദുആ ചെയ്തു അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് പാപികളാണ് ഞങ്ങൾ, ദോഷികളാണ് ഞങ്ങൾ, കൈകൾ ഉയർത്താൻ പോലും അശക്തരാണ്. പക്ഷേ നിന്നെപ്പോലെ കൊടുക്കാനും ചെയ്യാനും മറ്റാരുമില്ലല്ലോ റബ്ബേ. അടിയങ്ങളോട് കൃപ ചെയ്യണേ അല്ലാ, അടിയങ്ങൾക്ക് കാവല് തരണേ അല്ലാ, അടിയങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, അടിയങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ ദോഷം കാരണം നീ ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങൾ കാരണം നീ ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാ.
റബ്ബേ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ചെയ്തു പോയ ഓരോ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും നീ മാപ്പ് തരണേ അല്ലാ.